നമസ്തേ എവ്രിവൺ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. അതിലേറ്റവും മികച്ച കാര്യം നമ്മുടെ ടോപ്പിക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കുട്ടികളിലെ പഠന വൈകല്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 10% കുട്ടികൾ പഠന വൈകല്യങ്ങൾ നേരിടുന്നുണ്ട്. അതില് നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല. നമുക്ക് ചുറ്റുമുള്ള കുട്ടികളിൽ ഒരു 5% മുതൽ 20% വരെ കുട്ടികൾക്ക് പഠന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. പലർക്കും പഠന ബുദ്ധിമുട്ട് എന്താണെന്നോ പഠന വൈകല്യം എന്താണെന്നോ അറിയാത്തൊരവസ്ഥയാണ്. ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് എന്താണ് പഠന വൈകല്യങ്ങളെന്നും അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നും അറിയുന്നതുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇന്നിവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി ഒരുപാട് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ജസ്ന മാം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിൽ നിന്നും MSW നേടും. അതിലൂടെ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആയിട്ട് ഒരു 14 വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള ഒരാളാണ്. പ്രൊജക്ട് ട്രെയിനർ ആയിട്ടും പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടും കൗൺസിലർ ആയിട്ടും ഒരുപാട് വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് മാമിന്. കുട്ടികളിലെ പഠന വൈകല്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസുകളുണ്ട്. എന്ന് വെച്ചാൽ കോഗ്നേറ്റീവ് റീട്രെയിനിങ്, ലേൺ ടു ലേൺ എന്നിങ്ങനെ ഉള്ള പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഇന്നത്തെ മാം. ഒരുപാട് പ്രൊജക്റ്റുകളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് മാമിനുണ്ട്. നമുക്ക് മാമിന്റെ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. താങ്ക് യു. താങ്ക് യു നിഷ. ഞാൻ ഓഡിബിൾ ആണോ? കാണാമോ? കേൾക്കാമോ? യെസ് മാം. ഓക്കെ ഓക്കെ. യെസ്, എനിവേ നല്ലൊരു ഇൻട്രഡക്ഷൻ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇപ്പൊ ഞാനിവിടെ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാണ്. യെസ്, ഇരുന്നാലും എന്താ പറയാ, ഓൺലൈനായിട്ട് ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നാൽ ഉപകാരമായി. ഡയറക്ട്ലി ടു ദ സെഷൻ അല്ലേ? വേറെ കൂടുതലൊന്നും വേണ്ടല്ലോ. ഓക്കെ, നമുക്ക് കുറച്ച് സമയമുള്ളൂ, 1.5 hours. അതിനുള്ളിൽ നമുക്ക് വാട്ട് ഈസ് ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിസബിലിറ്റി, എല്ലാവരും മലയാളം മനസ്സിലാവണവരല്ലേ? ഓക്കെ, യെസ്. സോ എന്റെ സെഷൻ ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളത് തിയററ്റിക്കൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ നിങ്ങളുടെ എന്താ പറയുന്നത് സംശയങ്ങൾ നോക്കുക, ആൻഡ് എന്റെ കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇതിനകത്ത് പറയുക എന്നുള്ളതാണ്. അതല്ല, നിഷ പറഞ്ഞ ഒരു വലിയ പോയിന്റ് ഉണ്ട്. പഠന വൈകല്യങ്ങളും പഠന പ്രശ്നങ്ങളും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആയിട്ട് ആകെ മൊത്തം കൺഫ്യൂഷനിൽ നിൽക്കണ സാഹചര്യങ്ങൾ പാരന്റ്സ്, ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ് എല്ലാവരും ഫേസ് ചെയ്യാറുണ്ട്. സോ കുറച്ചൊക്കെ അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ഈ സെഷൻ കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ. ഇതൊരു എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോയാൽ ഭയങ്കര ബോറിംഗ് ആണ് ലേണിംഗ് ഡിസബിലിറ്റി ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റിയുടെ ട്രെയിനിങ് കൊടുക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാലും അതിന്റെ തിയറീസ് പറയുക അല്ലെങ്കിൽ അതിന്റെ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് പോയാലാണ് നന്നാവുക എന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. ആരെങ്കിലുമൊക്കെ മൈക്ക് ഓൺ ചെയ്തിട്ട് ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. ഒരു ചെറിയൊരു കാര്യമുള്ളൂ, നമുക്ക് ആ ഒരു ഡിസ്കഷനിൽ അങ്ങ് തുടങ്ങാം. എന്താ ഇപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ കുട്ടികളിലെ പഠന പ്രശ്നങ്ങളല്ല, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, മൊത്തത്തിൽ നമ്മുടെ സെഷൻ ഈ ഒരു 1 week പോകുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ സെഷന് ഇത്ര ഒരു ഇൻട്രസ്റ്റ് കൊടുത്ത് 99 പാർട്ടിസിപ്പൻസിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ. സോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ ദിസ് മച്ച് ഓഫ് പാർട്ടിസിപ്പൻസ്. സോ ഇതിന്റെ പുറകിലുള്ള എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്, അതിന്റെ പുറകിലുള്ള മോട്ടീവ് എന്താണ് എന്ന് ഒരു 2-3 പേരൊന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. യെസ്, മീര ഗോപാലകൃഷ്ണൻ.
മാഡം കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ആ വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമുക്ക് പാരന്റിങ്ങിനും കൂടെ ഇത് ഹെൽപ്ഫുൾ ആണ്. എനിക്കിപ്പോ ഒരു 5 വയസ്സുള്ള മകളുണ്ട്. അപ്പം ഇറ്റ്സ് ലൈക്ക് നമുക്കിപ്പം ഡയറക്ട്ലി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസോ ബിഹേവിയറിലോ എന്തെങ്കിലും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പാരന്റിങ്ങിൽ കുറച്ച് ഹെൽപ്പിംഗ് ആയിരിക്കും. ലൈക്ക് കുട്ടിയെ എങ്ങനെ ഗൈഡ് ചെയ്യണം, അതൊരു മോട്ടിവേഷൻ ആണ്. രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ MSW കൗൺസിലിംഗ് സ്പെഷ്യലൈസേഷൻ ആണ്. മീൻസ് ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും അത് അപ്പൊ നമ്മള് ചൈൽഡ് കൗൺസിലിംഗിൽ അത്രയും ഡീൽ ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു മോട്ടിവേഷൻ ആണ്. ലൈക്ക് ചൈൽഡ് കൗൺസിലിംഗിൽ എന്തൊക്കെയോ ആണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരിക എന്നുള്ള അറിയുക എന്നുള്ളത് ഒരു മോട്ടിവേഷൻ ആണ്. മൂന്നാമത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സമൂഹത്തില് ഭാഗമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്, നമ്മളുടെ അടുത്ത് ഇടപഴകുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഈ വിഷയത്തെ പറ്റി അധികം അറിയത്തൊന്നും ഇല്ലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കാം ചില കുട്ടികളെ വഴക്ക് മറ്റു ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇതായിരിക്കില്ല, നമുക്ക് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ടും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ 3 റീസൺസ് ഉണ്ട്. കാരണം കുട്ടികൾ നമ്മുടെ ഭാവിയാണ്, ഭാവി തലമുറയാണല്ലോ. അപ്പം അവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. താങ്ക് യു. ഓക്കെ, വേറെന്തെങ്കിലും? മാഡം നമസ്കാരം. ഇന്ന് പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ കുട്ടികളുടെ മാനസികാരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കും അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരാൻ കാരണം തോന്നുന്നു. ഗുഡ് ഈവനിങ് മാം, എൻ്റെ പേര് ലത മാം. പിന്നെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഞാനിങ്ങനെ ഡെയിലി തന്നെ നമ്മൾ പല തരത്തിൽപ്പെട്ട കാറ്റഗറിയിൽ പറ്റിയ കുട്ടികൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പം അതിനകത്ത് തന്നെ കുട്ടികൾ കൂടുതലായിട്ട് ലേണിംഗ് ഡിസബിലിറ്റീസ് കാണുന്നുണ്ട്. അപ്പം മെയിൻ റീസണായിട്ട് എൻ്റെ മകനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, അപ്പം ഞാനിത് കണക്ക് കൗൺസിലിങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും മെയിനായിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പല സ്ഥലത്തും. പക്ഷെ അയാൾക്ക് എങ്ങനെയുള്ള മെത്തേഡ്, ഇപ്പം നമ്മുടെ ഒരു ആക്ടിവിറ്റി മെത്തേഡ് ആയാലും എല്ലാ രീതിയിലും ഞാൻ അവനെ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾ ഫ്രണ്ടിലോട്ട് വരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആ ഒരു സെഷൻ നല്ലതായിട്ട് എഫക്റ്റീവ് ആകും. എൻ്റെ കുറേ സംശയങ്ങൾ എനിക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു മാം. ഓക്കെ, நிறைய பேர் യെസ് 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 സിസ്റ്റർ റോസ്മിത MSc. യെസ് സിസ്റ്റർ കേൾക്കാമോ? കേൾക്കാം. ഞാനൊരു സിസ്റ്ററാണ്. അപ്പോ ഞാൻ MSW ആണ്. ഞാനിവിടെ ഒരു സോഷ്യൽ സെന്ററിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങളുടെ തന്നെ മാനേജ്മെന്റിലുള്ള ഹോസ്പിറ്റലിലെ MSW സ്റ്റാഫ് കൂടിയാണ് ഞാൻ. പിന്നെ ഞങ്ങൾ ഒരുപാട് കുട്ടികളുമായിട്ട് ഇടപെടേണ്ട സാഹചര്യങ്ങളുണ്ട്. പള്ളിയിലെ കാറ്റക്കിസം, പിന്നെ ഭവന സന്ദർശനങ്ങള്. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മെയിലിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു താല്പര്യം തോന്നിയത് നല്ലതാണല്ലോ. കാരണം കുട്ടികളെ ഒരു 10 മിനിറ്റിലപ്പുറം കുട്ടികളെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവിധത്തിലും ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സ്റ്റുഡൻസ് പാർലമെന്റ് ഉണ്ട്, ഒരു 5-6 കോളനികൾ ബേസ് ചെയ്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ഇത് ഒരുപാട് ഉപകരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിനെ ഓപ്റ്റ് ചെയ്തത്. ഹലോ മാം. യെസ് യെസ്, ആരാണ്? കവിത. കവിത. ഓക്കെ കവിത, പറ. അംഗൻവാടി ടീച്ചറാണ്, വർക്കറാണ്. നമ്മൾ 3 വയസ്സുള്ള കുട്ടികളെ മുതൽ നമ്മൾ എല്ലാ പ്രായത്തിലും, കൗമാരക്കാരുണ്ട്, പ്രഗ്നന്റ്, ലാക്ടേറ്റിംഗ്, ഓൾഡ് ഏജ്. അപ്പം നമുക്കതൊരു എന്താ പറയുക, കോഴ്സ് കണ്ടപ്പോൾ രാജീവ് സാറാണ് ഇത് എനിക്ക് കാസ്റ്റ് ചെയ്ത് തന്നത്. സാറിന് ഒത്തിരി നന്ദി. അപ്പൊ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം, സാറിനെ അറിയിച്ചു. എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ലഹരിയിലും മറ്റ് ഇതര പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടുന്ന കുട്ടികളെ നമുക്ക് കുറച്ച്, എല്ലാവരെയും ഒന്നും നേരെയാക്കാനൊന്നും പറ്റൂല, കുറച്ചെങ്കിലും നമുക്ക് അതിലൊരു മാറ്റം വരുത്താൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു. എനിക്കൊന്ന് നിറയെ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻ ബിറ്റ്വീൻ സംസാരിക്കാൻ തോന്നുന്നു. കുറെ നേരം ഇങ്ങനെ നമ്മൾ സംസാരം മാത്രമായി പോയാൽ നമ്മൾ ക്ലാസ് നീങ്ങില്ല. ഇപ്പൊ 7:45 ആയി. തുടങ്ങാം നമുക്ക്. ഓക്കെ, എനിവേ താങ്ക്സ് ലോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപത്തെ ഒരു കുറച്ചു കാലം മുൻപുള്ള കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാത്ത കുട്ടികളെ, പഠിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ പൊട്ടൻ, മണ്ടൻ, കഴിവില്ലാത്തവൻ അങ്ങനെയുള്ള കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് അവനെ നമ്മൾ ഒതുക്കി നിർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് ഇപ്പോ ഇത്രയും നമ്മൾ വളർന്നു. എന്തുകൊണ്ടായിരിക്കും അവന് പഠിക്കാൻ കഴിയാത്തത്, എങ്ങനെ അവനെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി എന്ന് പറയുമ്പോൾ ആസ് എ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ സേവ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് ഒരുപാട് അപ്രീസിയേഷൻ അവർ അർഹിക്കുന്നുണ്ട്. ചിലപ്പോൾ തോന്നിക്കും, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. മാത്സ് എനിക്ക് തീരെയും അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോഴും എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ലൈക്ക് പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് ഇൻഫർമേഷൻസ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുപോലെ ഡയറക്ഷൻസ്, ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, മേ ബി ഐ വാസ് എ ഡിസ്ലെക്സിക്, ഏതോ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആയിരുന്നിരിക്കാമോ. ഒരുപക്ഷെ എന്റെ പേരൻസിന് അത് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആയതാണോ എന്ന് അറിയില്ല. സംടൈംസ് എനിക്ക് ആ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിറയെ കുട്ടികൾ പഠനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ലേണിംഗ് ഡിസബിലിറ്റി ആകാം, അതേപോലെ ചെറിയ ലേണിംഗ് ബാക്ക്വേർഡ്നെസ്, സ്ലോ ലേണിംഗ്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ കാറ്റഗറികൾ അതിനകത്ത് വരുന്നുണ്ട്. ഏതാണെന്ന് തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. സോ വാട്ട് ഈസ് ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് നോക്കാം. സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്താൽ, യെസ്. സി, പഠിക്കാതെ ഒരു കുട്ടി ബാക്ക്വേർഡ് ആകുക എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി കൊണ്ട് ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, പലപ്പോഴും നമുക്ക് നമ്മുടെ ഡിഇഒയുടെ, അതായത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറുടെ വെബ്സൈറ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ഒരു ലിസ്റ്റ് നമ്മൾക്ക് കിട്ടും. കുട്ടികളുടെ ലിസ്റ്റ് അല്ല, എത്ര കുട്ടികൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം കുട്ടികൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരുണ്ടോ എന്ന് നമ്മൾ അന്തം വിട്ടു പോകും. അത്രയും വലിയൊരു കണക്കാണ് അതിനകത്ത് കണ്ടിരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടല്ല, ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഒരു പേപ്പർ പബ്ലിക്കേഷന്റെ ഭാഗമായിട്ട് ഞാൻ റിവ്യൂ എടുത്ത് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെയൊക്കെ ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഇഷ്യൂസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും നമുക്കറിയാം, സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഇതിനെ പഠിക്കാൻ പറ്റാത്ത ഒരു കുട്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി 10ാം ക്ലാസ് പാസ്സാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാ സ്കൂളിലും 100% വിജയം വേണം എന്നുള്ളത് കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, IQ ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് ചെയ്യുന്നു. ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ ഡിസബിലിറ്റിക്ക് അനുസരിച്ച് അവനൊരു സ്ക്രൈബിനെ വെക്കാൻ, ഒരു സപ്പോർട്ടിന് ഒരാളെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ടീച്ചർമാരായാലും ശരി, പാരന്റ്സ് ആയാലും ശരി, ഈ ഒരു രീതിയിലേക്ക് ആ കുട്ടിയെ ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തതുകൊണ്ട് അവൻ ആ പരീക്ഷയിൽ പാസ്സാവാനായിട്ട് അവന് സഹായകമാകും എന്നല്ലാതെ കൂടുതലായിട്ട് നമുക്ക് യാതൊരുവിധ ചേഞ്ചസും വരുത്താനായിട്ട് സാധിക്കുന്നില്ല. സോ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടും അതൊരു ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇതൊരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ള അവരുടെ വായിക്കുക, എഴുതുക തുടങ്ങിയ കാര്യങ്ങളിൽ, അതുപോലെ അവരുടെ മാത്തമാറ്റിക്സ് സ്കിൽസ്, ഇതെല്ലാം
ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസബിലിറ്റിയാണ്, ഒരു ന്യൂറോളജിക്കൽ ഡിസബിലിറ്റിയാണ്. ആൻഡ് ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇനി വരുന്ന സെഷനുകളിൽ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനെ പറ്റിയും ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയൊക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ലേണിംഗ് ഡിസബിലിറ്റിക്കും ഇന്റലിജൻസിനും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഐക്യു നിങ്ങൾ കേട്ട് കാണും അല്ലെ, ഇന്റലിജൻസ് കോഷ്യന്റ്. അവന്റെ ഐക്യു കുറവാണ്, അല്ലെങ്കിൽ അവൻ ഡിഫറെന്റ്ലി ഇന്റലക്ച്വലി അവൻ ഡിസേബിൾ ആണ്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഐക്യൂടെ ബേസിലാണ്. സോ ഐക്യു ടെസ്റ്റ് ചെയ്ത് നോക്കണ സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് അവന്റെ ഐക്യുവിൽ വലിയ തകരാറുകൾ ഉള്ളതായിട്ട് കാണപ്പെടുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇത് ഏത് രീതിയിലാണ് അഫക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ചിന്തിക്കാനും അല്ലെങ്കിൽ അവന് ലിസൺ ചെയ്യാനും അവന് എഴുതാനും അവന് വായിക്കാനും അവന് സ്പെല്ലിംഗ് മനസ്സിലാക്കാനും കാൽക്കുലേഷൻസ് ചെയ്യാനും ഡിസിഷൻസ് മേക്ക് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു സ്കില്ലിലാണ് ഇത് അഫക്ട് ആവുന്നത്. ഓക്കെ, യെസ്, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. യാ, ലേണിംഗ് ഡിസബിലിറ്റീസ് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ ഒരു ഡെഫിനേഷൻ ആണിത്. സെയിം ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണ് ദാറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു സ്റ്റോർ, പ്രോസസ് ഓർ പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ. റൈറ്റ്, ഇപ്പൊ നമ്മൾക്ക് ഒരു കുട്ടിക്ക് അവന് നമ്മൾ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഇപ്പോ അവൻ വായിക്കുകയാണ് 9 എന്നുള്ള ഒരു ലെറ്റർ അവനെ വായിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് എന്താകും, ആ 9 എന്ന ഇമേജ് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ആവണം. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായിട്ട് അവന്റെ ബ്രെയിനകത്ത് പ്രോസസ് ആകണം. നാളെ 9 കാണുമ്പോൾ അവനതിനെ റീപ്രൊഡ്യൂസ് ചെയ്യണം ആ ഇൻഫർമേഷൻ, ഇല്ലേ? സോ ഇവിടെ എന്താകും, ഈ ഒരു എബിലിറ്റീനെ അവന് അഫക്റ്റ് ആകും. നിങ്ങൾക്കറിയാം 9 എന്ന് പറയുമ്പോൾ ആ 9 വന്നിട്ട് 6 പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഒക്കെയോ ആണ് പ്രോസസ് ചെയ്യുന്നതെങ്കിൽ അവന് കറക്റ്റ് ആയിട്ട് അത് വായിക്കാനോ റീപ്രൊഡ്യൂസ് ചെയ്യാനോ എഴുതാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. സോ ഇതാണ് അവരുടെ ആ ഒരു സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഇൻഫർമേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള എബിലിറ്റീനെ ബാധിക്കും ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ, ന്യൂറോളജിക്കൽ കണ്ടീഷൻ എന്ന്. ഓക്കെ, യെസ്. സോ നമുക്ക് പറയാം, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്. നിങ്ങൾ പൊതുവെ ജനറലി കേട്ട് കാണും. മെയിനായിട്ട് പറയുന്ന 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ഡിസ്ലെക്സിയ, ഇനി ഒന്ന് ഡിസ്ഗ്രാഫിയ, ദെൻ ഡിസ്കാൽക്കുലിയ. ഈ പേര് കേട്ടിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനു മുൻപ് നമ്മുടെ പണ്ട് എനിക്കൊന്ന് ഒരു 20 years ബാക്ക് വന്നിട്ടുള്ള ഒരു മൂവി ഉണ്ട്, താരേ സമീൻ പർ എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? താരേ സമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി കണ്ടിട്ടുണ്ട്? ഓക്കെ, നിറയെ പേര് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ആ മൂവിയിലെ ചില സീൻസ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. ആ കുട്ടിയുടെ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ മൂവിയിൽ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു റീഡിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. അവർക്ക് ആ കുട്ടി പറയുന്നില്ലേ, അവനോടത് ഏതോ ഒരു പോർഷൻ വായിക്കാൻ പറയുമ്പം അവൻ എന്താ പറയണേ, അക്ഷരങ്ങള് ഡാൻസ് കളിക്കുകയാണ് മിസ്സേ എന്ന് അവൻ പറയുന്നുണ്ട്, അല്ലേ? എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചോക്കൂ. വായിക്കാൻ പറയുമ്പോൾ അവൻ അക്ഷരങ്ങൾ കൃത്യമായിട്ട് കാണാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല, അവിടെ ഡാൻസ് ചെയ്യാണെന്നാണ് പറയണത്. ഓക്കെ, സോ അക്ഷരങ്ങൾ ഡാൻസ് ചെയ്യുന്ന അവസ്ഥയിൽ അത് നമുക്ക് വായിക്കാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനോ സാധിക്കില്ലല്ലോ. സോ ഇതുപോലെ വായിക്കാനായിട്ട് അവന് തടസ്സങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യണത്. അതുപോലെ സ്പെല്ലിങ് തെറ്റാകും. അതുപോലെ സംസാരിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരും. ഇതാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അതേപോലെ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇപ്പൊ നമ്മള് ഈ ഒരു പ്രാക്ടിക്കൽ ഫീൽഡിലുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കുട്ടികളുടെ നോട്ട്ബുക്കിനകത്ത് എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും അവര് തല തിരിച്ച് എഴുതുന്നതൊക്കെ കണ്ടു കാണുമായിരിക്കും, ഇല്ലേ? സ്പെല്ലിങ് വന്നിട്ട് ഇപ്പൊ ഗോഡ് എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് എന്ന് അവർ എഴുതും. അതുപോലെ എത്ര നമ്മൾ ഒരു പേജിൽ തന്നെ ഇപ്പൊ ഒരു സ്പെല്ലിങ് എഴുതേണ്ടി വരികയാണെങ്കിൽ ആ ഒരു പേജിൽ തന്നെ ആ സ്പെല്ലിങ് പല രീതിയിൽ അവർ തിരിച്ചു മറിച്ചും എഴുതി കാണും, തെറ്റിച്ച്. സ്പെല്ലിങ്
ചില ലെറ്റർ ഇൻ ബിറ്റ്വീൻ ചില ലെറ്റർ മിസ്സാകും, അതുപോലെ ചിലത് ഉണ്ടാവില്ല, ആവശ്യമില്ലാത്ത സ്പേസ് ഉണ്ടാവും. അവർക്ക് ആ എന്താ പറയുക, ആ ലെറ്ററിനെ ശരിക്കും ഇപ്പൊ ഇവിടെ ടൈപ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, ഇപ്പൊ സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് ടൈപ്സ് എന്ന് എഴുതിയേക്കണത്. ഈ ടൈപ്സ് അവർ ചിലപ്പോൾ TIPES എന്ന് എഴുതി കാണും, TIPS എന്ന് എഴുതി കാണും. അത് ഒക്കെ ഒരു പേജിൽ തന്നെയാണ് സെയിം മിസ്റ്റേക്സ് നമ്മൾ കാണുക. സോ അവർക്ക് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട്, കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്പെല്ലിംഗ് എറേഴ്സ് വരുന്നത്. അതുപോലെ നമ്മൾ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിന്റെ അവന്റെ നോട്ട് പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണാം അതിനകത്ത് ഹാൻഡ് റൈറ്റിംഗ് വളരെ പുവർ ആയിരിക്കും. മലയാളമാണോ ഇംഗ്ലീഷ് ആണോ ചൈനീസ് ആണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അവൻ എഴുതി വെച്ചിട്ടുണ്ടാവുക. ചിലര് അതേപോലെ തന്നെ നമ്മൾ മൈക്രോഗ്രഫിയും അതും നമ്മൾ കാണാറുണ്ട്. സാധാരണ കുലുകുലാന്ന് ഭയങ്കര കുഞ്ഞാക്കി എഴുതുന്നവരുണ്ടാവും, അതുപോലെ ഭയങ്കര വലുതാക്കി എഴുതുന്നവരുണ്ടാവും. അതുപോലെ നമ്മളൊരു ലൈനകത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ ലൈനിനകത്ത് ഫില്ല് ചെയ്ത് അവരെ കൊണ്ട് എഴുതാൻ സാധിക്കില്ല. ഒരു നോട്ട് ബുക്കിൽ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കോറി വരച്ച മാതിരി എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ഡിസ്കാൽക്കുലിയ. അത് ക്ലിയർലി ടിപ്പിക്കലി മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് നമ്പർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, പ്ലസ് മൈനസ് ഇൻറ്റു ആ സിമ്പിൾസ് എന്നും അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ എന്താ പറയുന്നത്, മണി, ഇപ്പൊ ഒരു പൈസ, ഇപ്പൊ 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അതിന്റെ വാല്യൂ, എന്താണ് 10 രൂപ എന്ന് പറഞ്ഞാൽ എത്ര 1 രൂപ കൂടിയാണ് 10 രൂപയാവുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം ഇങ്ങനെ ക്യാമറ, എനിക്കിങ്ങനെ ആളുകളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ബോറടിക്കും എനിക്ക്. യെസ്, ഓക്കെ. ഞാൻ മാത്രം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു സുഖമില്ല. എനിക്കിങ്ങനെ എല്ലാരെയും കണ്ടാലാണ് രസം. ഓക്കെ, സോ അടുത്ത ഒരു ടൈപ്പിലേക്ക് നമ്മൾ പോകുന്നത്, ഈ 3 ടൈപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടോ? What is dyslexia? What is... Yes. നെക്സ്റ്റ് സ്ലൈഡ് പോകാതെ ഒരു സെക്കൻഡ്, ഈ 3 നമ്മൾക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, പുറകിലെ സ്ലൈഡ് കാണിക്കും. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, ഡിസ്കാൽക്കുലിയ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 9+3 എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. 9 എന്ന് പറയുന്നത് ചിലപ്പോൾ അവൻ 9 ആയിട്ടേ അവൻ പെർസീവ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇപ്പൊ സിമ്പിൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കൂടെ അവനെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഇത് 5 വിരലാണ്, 5ന്റെ കൂടെ ഒരു വിരലും കൂടി വന്നാൽ 6 ആയി എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതവന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ പൈസ, നമ്മളിപ്പോ ഒരു 10 രൂപ കൊടുത്തിട്ട് അവനോട് പോയിട്ട് ഒരു സാധനം വാങ്ങാൻ വിട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവന് അത് കൊടുത്ത് വാങ്ങി അതിന്റെ ബാക്കി ഒന്നും എടുത്തിട്ട് വരാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവന് ഉണ്ടാകൂല. അതുപോലെ പ്ലസ് കൊണ്ട് എന്താണ് മീൻ ചെയ്യണത്, മൈനസ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. സോ അത് ആൻസർ ഷീറ്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നമുക്ക് മനസ്സിലാവും അത് അവൻ എന്ത്, ചിലപ്പോൾ പ്ലസ് എടുത്ത് അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ കൊടുത്തിട്ട് ചിലപ്പോൾ പ്ലസ് ചെയ്ത് എഴുതി വെക്കും. അതുപോലും ചിലപ്പം കറക്റ്റ് ആയിട്ട് എഴുതില്ല. ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും മാത്സ് എന്ന് പറയുന്നത്. ആ നമ്പേഴ്സ് തന്നെ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കില്ല. ഓക്കെ, താരേ സമീൻ പർ മൂവി എല്ലാവരും കാണണം കേട്ടോ. അതിനകത്ത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ആ കുട്ടി എന്താണ്. എനിക്കൊന്ന് 9+3 എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം കൊടുക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ തോട്ട്സ് ആണ്. അവൻ സ്പേസിൽ കൂടി ഇങ്ങനെ ഒരു ജെറ്റിൽ ഇങ്ങനെ പോണതും, 9 നമ്മുടെ ഭൂമിയുടെ മേലെ 9 എഴുതി വെച്ചിട്ട് അത് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോണ വഴിയിൽ ജൂപ്പിറ്ററിനെ കാണുന്നു. ഇത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തകളാണ് ഈ ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം കൊടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ കൂടി വരുന്നത്. അവസാനം എന്ത് ചെയ്തു, 9+3 എന്ന് പറയുമ്പോൾ 3 പോണ വഴിയിൽ ജൂപ്പിറ്റർ തകർന്നു പോകും, ബാക്കി 9 മാത്രമേ ഉള്ളൂ. സോ 9+3 9 എന്ന് അവൻ എഴുതി വെക്കുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ്. മേ ബി അവരുടെ മനസ്സിലപ്പോ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൽ നടക്കുന്ന ചിന്തകൾ ഇതാണോന്ന് നമുക്കറിയില്ല. അതൊരു ക്രിയേറ്റീവായിട്ട് ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പക്ഷെ സ്റ്റിൽ അവർ ഇങ്ങനെയാണ്, അവരുടെ റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും.
ക്ലിയർ ആയോ? പിന്നെ അതുപോലെ ഡിസ്ലെക്സിയയിലാണ് നിങ്ങൾ കാണുന്ന എന്താ പറയുന്നത്, ഇ എന്നുള്ളത് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് ഇ എന്ന് എഴുതി പോകുന്നത്, ഡിയും ബിയും തെറ്റിപ്പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡിക്ക് പകരം ബി എഴുതുക, ബിക്ക് പകരം ഡി എഴുതുക, അങ്ങനെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണത്. അതുപോലെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും മിക്സ് ചെയ്ത് എഴുതുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ. ആൻഡ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. LKG പഠിക്കുന്ന ഒരു കുട്ടി, അതായത് സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തലതിരിച്ചെഴുതും. ഓക്കെ, തലതിരിച്ചെഴുതും. അപ്പൊ ഓടിപ്പോയി അയ്യോ എന്റെ കുട്ടിക്ക് ഡിസ്ലെക്സിയ എന്ന് ആരും ചിന്തിക്കരുത്. നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടും അവൻ മാറുന്നില്ല എങ്കിൽ മാത്രമാണ് ഈ പ്രശ്നം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ഈ ഡിയും ബിയും ഒക്കെ മിക്കവാറും സി ഒക്കെ എല്ലാവർക്കും തിരിഞ്ഞു പോകും. അതുപോലെ ഇപ്പൊ എന്റെ മോളൊക്കെ അറബി എഴുതുന്ന പോലെയായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു എഴുതുക. ശരിക്കും ഒരു കണ്ണാടി കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം എന്തോ എഴുതിയെന്ന് വായിക്കണമെങ്കിൽ. പക്ഷെ അത് ഡിസ്ലെക്സിയ ഒന്നും അല്ല. അത് സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അവരതുമായിട്ട് പരിചയപ്പെട്ട് വരുന്ന ആ ഒരു സമയത്ത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഡിസ്ലെക്സിയ ആണോ എന്ന് ഭയന്ന് ട്രെയിനിങ് ഒന്നും എടുക്കേണ്ട കാര്യം ഇല്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മാക്സിമം ഫ്ലാഷ് കാർഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് കുട്ടികൾക്ക് കളറും ഒബ്ജക്ട്സും ഒക്കെ വെച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫർദർ ആയിട്ടുള്ള ഒരു അസസ്മെന്റിലേക്ക് പോകേണ്ടതുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അടുത്തത് ഇതും ഒരു എന്താ പറയുക ലേണിംഗ് ഡിസബിലിറ്റിയുടെ ടൈപ്സിനകത്ത് വരുന്നതാണ്. ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്രസീവ് ലാംഗ്വേജ്, അങ്ങനെ ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതായത് അവർക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ അതേമാതിരി എക്സ്പ്രസ് ചെയ്യാനായിട്ട് വെർബലി എക്സ്പ്രസ്, അവൻ അറിയും ഇതാണ് എന്നുള്ളത്. ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് കൊടുത്തിട്ട് ഗ്ലാസ് കാണിച്ചിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലാസ് ആണെന്ന് അവൻ അറിയും. പക്ഷെ അതിനെപ്പറ്റി പറയാൻ പറയുമ്പോൾ അവന് സാധിക്കുന്നില്ല. അതേപോലെ ഇപ്പൊ നമ്മളൊരു കഥ ചുരുക്കി നമ്മളൊരു കഥ പറഞ്ഞു കൊടുത്തിട്ട് ആ കഥയിൽ എന്താ മോന് മനസ്സിലായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കഥ ക്ലിയർ ആയിട്ട് അവന്റെ തലയിൽ വിഷ്വൽസ് ഒക്കെ ചിലപ്പോൾ മേ ബി ഉണ്ടാവും. പക്ഷെ അവന് വാക്കുകൾ കൊണ്ട് അത് നമ്മളോട് തിരിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ക്ലിയർ ആയോ? ആ ഒരു എക്സ്പ്രഷൻ ലാംഗ്വേജ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അവന് ബുദ്ധിമുട്ട് ഉണ്ടാകും. ഓക്കെ, സംസാരത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരിക. അവന്റെ മനസ്സിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായാലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഭാഷ എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? ആംഗ്യ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഭാഷ കൊണ്ട് അവന് അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടൊന്ന് വരുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് ഒരു കാര്യം, ഒരു അക്ഷരമോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ആളെ കാണുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് കവിത കുമാരി ഇങ്ങനെ ഇരിക്കണത് കാണാണ്. കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ദിസ് ഇസ് കവിത കുമാരി, കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ എന്റെ തലയിലേക്ക് വരും. വന്നിട്ട് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? തിരിച്ച് ഞാൻ വേറൊരാൾക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ റഷീജയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം, കവിത കുമാരി എന്ന് പറയുന്ന ഒരാളെ അറിയാം, അപ്പൊ കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ പൊട്ടൊക്കെ തൊട്ടിട്ടുള്ള എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? ആ ഒരു പ്രോസസ്സിനകത്ത് അവർക്ക് പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, അത് കറക്റ്റായിട്ട് റിസീവ് ചെയ്യാനോ ചിലപ്പോൾ ഇങ്ങനെ കവിത കുമാരിന്റെ കണ്ണടയൊക്കെ കാണുമ്പം ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണുക. റിസീവ് ചെയ്യാൻ പറ്റാതെ, പ്രോസസ് ചെയ്യാൻ പറ്റാതെ, അത് കറക്റ്റായിട്ട് ആ ഒരു ആവശ്യമുള്ള സമയത്ത് അക്യുറേറ്റ് ആയിട്ട് ആ ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരിക. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വേറെ മാതിരിയൊക്കെ അവർ പെർസീവ് ചെയ്യുന്നത്. അപ്പോഴാണ് വാക്കുകൾ വേറെ രീതിയിൽ ഇൻ ബിറ്റ്വീൻ വരുന്ന അക്ഷരങ്ങൾ കാണാതെ പോകുക, മിസ്പെൽഡ് ആവുക, ചില സ്പെല്ലിങ് കാണാതെ പോവുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ചില കാര്യങ്ങളൊക്കെ അവർക്ക് സിമിലർ ആയിട്ടാണ് തോന്നുക. ചില ഷേപ്പ്, ചില നമ്പേഴ്സ്, ചില വേർഡ്സ്, ഇതെല്ലാം അതിൻ്റെയൊക്കെ അത് നമ്മളിപ്പോ എന്താ പറയുന്നത്, കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല, ചില അക്ഷരങ്ങളും ചില അക്കങ്ങളും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് അല്ലേ? സീറോ, ഓ എന്നൊക്കെ പറയുന്ന ഒരേപോലെയല്ലേ ഉള്ളത്. സോ ഇതുപോലെ അത് സിമ്പിളായിട്ട് ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ അക്ഷരങ്ങൾ മനസ്സിലാക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഓഡിയോ പ്രോസസ്സിംഗ് ഡിഫിക്കൽട്ടി, ചില വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ സൗണ്ട് അതേപോലെ പെർസീവ് ചെയ്യാനായിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. ഫൊണറ്റിക്സിൽ നമ്മൾ പറയല്ലേ, ഒരു അക്ഷരത്തിന് ഇപ്പൊ ആപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ എ എങ്ങനെയാണ്? എ എന്നുള്ളതല്ലേ. സോ ആ
അവന് പെർസീവ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു ഇതാണ്. ക്ലിയർ ആയോ? സോ അതുകൊണ്ട് തന്നെ അവര് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യും. ഗോഡ് എന്നുള്ളത് ഗാഡ് എന്ന് പറയും, ചിലപ്പം എഴുതുമ്പോഴും അതുപോലെ തന്നെ വരും. ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സിമിലർ സൗണ്ടിങ് വേർഡ്സ്, ഇപ്പൊ ഗോഡ്, ഡോഗ്, ഐ മീൻ ഗാഡ്, ഗോഡ് ഇങ്ങനെയുള്ളതില്ലേ. ഇപ്പൊ GUARD, GOD ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ തന്നെ അത് പഠിക്കാൻ കുറെ കഷ്ടപ്പെട്ടു. അത് അപ്പൊ കുറച്ച് മൈക്ക് ആരുടെയോ ഓണാണ്, അതൊന്ന് ഓഫാക്കിയാണെന്നായിരിക്കും. സോ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഫോണറ്റിക്സ്, ആ അക്ഷരങ്ങള് ശബ്ദങ്ങളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതാണ് ഓഡിയോ പ്രോസസ്സിംഗ് ഡിഫിക്കൽട്ടി. ഓക്കെ, ക്ലിയർ ആയോ? ഇത് വളരെ സിമ്പിൾ ആണ് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്നതിന്, അതായത് അവർക്ക് കോംപ്രഹെൻസ് ചെയ്യുന്നതിന്, ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് അതുപോലെ മനസ്സിലാക്കി തിരിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. രണ്ടാമത് കാണുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. മൂന്നാമത് പറഞ്ഞത് കേൾക്കുന്ന കാര്യങ്ങൾ, അതായത് സൗണ്ട്. ഓക്കെ, ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട് ഉണ്ട്, ആ സൗണ്ട് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാതെ കൺഫ്യൂഷൻ വരുന്നത്, പല സൗണ്ടുകൾ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റാതെ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, യെസ്, നെക്സ്റ്റ്. അടുത്തത് എന്തുകൊണ്ടാണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി വരുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ there is no proven causes എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടൊരു കോസ് നമുക്ക് പറയാനില്ല എന്നാ പറയാം. അപ്പൊ ഏതൊരു മെന്റൽ ഇൽനെസ്സും, ലേണിംഗ് ഡിസബിലിറ്റി ഒരു മെന്റൽ ഇൽനെസ് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഏതൊരു പ്രോബ്ലത്തിലും നമ്മൾ സൈക്കോളജി പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ മെഡിക്കൽ സൈക്യാട്രി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറയാൻ പറ്റും. നമ്മൾ കുറച്ച് കോമൺ കോസസ് എല്ലാത്തിനും ഇട്ട് വെച്ചങ്ങോട്ട് കാച്ചും എന്ന് പറഞ്ഞ പോലെ, ഒരു ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, ബർത്ത്, ഡെലിവറി ടൈമിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, അതുപോലെ ഇങ്ങനെ ബ്രെയിൻ ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോമൺ സംഭവങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയും. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് പറഞ്ഞത്. ഫാമിലിയിൽ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രഗ്നൻസി ആൻഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. ഓക്കെ, ലോ ബർത്ത് റേറ്റ് അല്ല കേട്ടോ, സോറി, അത് ബർത്ത് വെയിറ്റ് ആണ്. ഓക്കെ, പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ഡ്രഗ് യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ്, അതുപോലെ ഓക്സിജൻ, കുട്ടി ജനിക്കുന്ന സമയത്ത് ഓക്സിജൻ ഇല്ലാതാവുക, അല്ലെങ്കിൽ പ്രീമച്വർ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ലേബർ, ഇതൊക്കെയാണ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന ചില കോസസ് പറയുന്നത്. അതുപോലെ ആഫ്റ്റർ ബർത്ത് ഉണ്ടാവുന്ന സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്, ലൈക്ക് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഫീവർ വന്ന് ഫിറ്റ്സ് പോലെയൊക്കെ ഉണ്ടാകും, അതുപോലെ ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടാകും, ന്യൂട്രീഷന്റെ കുറവുണ്ടാകും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നാണ് സ്റ്റഡീസ് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ് കാണിക്കാമോ? കോസസ് മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. ഇതൊക്കെയാണ് കോസസ് എന്ന് പറയുന്നു. എന്തോ സംശയമുണ്ടോ? ശ്രീലത, സുരേന്ദ്രൻ, ലക്ഷ്മി, മുരളി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നുമില്ല, വെറുതെ രസത്തിനാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി അടുത്തത് സിംറ്റംസ് നോക്കാം. സിംറ്റംസ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഡിഫിക്കൽട്ടി വിത്ത് റീഡിങ് ഓർ റൈറ്റിംഗ്, എഴുതാനും വായിക്കാനുമുള്ള ബുദ്ധിമുട്ട്, കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഡയറക്ഷൻസ് ഫോളോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ചില ഡയറക്ഷൻസ് ഫോളോ ചെയ്യാൻ, അതായത് ഒരാൾ പറയുന്ന കാര്യം അങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനൊരു 3-4 കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഓക്കെ, അതുപോലെ ചില ദിക്കുകൾ മാറിപ്പോകുക, ഇങ്ങനെ പുവർ കോർഡിനേഷൻ കുറച്ച് പുവർ ആയിരിക്കും. അതായത് മെയിൻ ആയിട്ട് നമ്മൾ പറയില്ലേ, ബ്രെയിൻ, ഐ, ഹാൻഡ്, ഈ കോർഡിനേഷൻ അവർക്ക് കുറവായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾക്ക് ഇങ്ങനെ ബട്ടൺ ഒക്കെ ഇടാനുള്ള ബുദ്ധിമുട്ട്, ഷൂവിന്റെ ലേസ് കെട്ടാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ പെണ്ണ്, മാക്സിമം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പെണ്ണ് ഇങ്ങനെ പിടിക്കുന്ന കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്നത് കാണാം, എങ്ങനെയൊക്കെയോ പിടിക്കും അവര്. അത് നമുക്കത് ശരിക്കും വരില്ല. ഇങ്ങനെയൊക്കെ പിടിക്കും. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കാൻ എത്ര നമ്മൾ ട്രൈ ചെയ്താലും അത് വരില്ല. അല്ലെങ്കിൽ യെസ് സർ, എന്നെ കാണാൻ സാധിക്കുന്നില്ലേ?
റഷീജ നല്ല റെസ്പോണ്ട് ചെയ്തു. റഷീജനെ കാണുന്നുണ്ടോ? ഓക്കെ, എനിക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കറിയില്ല സജികുമാറിന് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അതൊക്കെ പെണ്ണ് പിടിക്കുന്ന, എന്റെ കയ്യിലൊരു പെണ്ണുണ്ട്. ഈ പെണ്ണ് പിടിക്കുന്ന രീതി കേൾക്കാൻ പറ്റുന്നുണ്ട്. യെസ്, കാണാമോ? കേൾക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. സോറി, കാണുന്നുണ്ട്. സാറിന്റെ നെറ്റ് ഇഷ്യൂ ആയിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും തോന്നുന്നു. കാണാം. ഓക്കെ. സോ പെണ്ണ് പിടിക്കുന്നതിനുള്ള കോർഡിനേഷൻ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത് പെണ്ണ് പിടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട്, നമ്മളിത് പെണ്ണ് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു സിമ്പിൾ സംഭവമാണ് അല്ലെ, പെണ്ണെടുക്കുക പിടിക്കുക അത്ര വേണ്ടു. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രോസസ്. ആരാണ് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല. ഓക്കെ. സോ ഇങ്ങനെ പിടിക്കേണ്ട പെണ്ണ് നമ്മൾ ഇങ്ങനെ പിടിക്കേണ്ടതിന് പകരം ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. സോ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? കോർഡിനേഷൻ, ബ്രെയിൻ ഐ ഹാൻഡ് കോർഡിനേഷനെ പറ്റിയാണ് പറഞ്ഞത്. സോ അങ്ങനെയുള്ള കുറച്ച് അവരുടെ ഫൈൻ മോട്ടോർ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ അവർക്ക് പ്രോബ്ലം ഉണ്ടാവും. അത് ചെറിയ പ്രായത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിലൊക്കെ പിള്ളേർ കണ്ടിട്ടില്ലേ, വലത്തെ ചെരുപ്പും ഇടത്തെ കാലിലെ ചെരുപ്പും രണ്ടും എപ്പോഴും ഡോക്ടർ ബി ഇന്ദുലേഖ, എന്താണ് പ്രശ്നം? എന്നെ ആർക്ക് കാണാൻ പറ്റുന്നില്ല? വീണ്ടും കാണാൻ പറ്റുന്നില്ല മാഡം, കാണാൻ പറ്റുന്നില്ല. PPT പോലും കാണാൻ പറ്റുന്നില്ല. ശരണ്യ ഈസ് പ്രസന്റിംഗ് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. മറ്റുള്ളവർക്ക് കുഴപ്പമില്ല. നെറ്റ്വർക്ക് ആണെങ്കിൽ കാണാൻ സാധിക്കില്ല. മോഡറേറ്റർ നെറ്റ്വർക്ക് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യോ, ഒന്ന് ലോഗ് ഔട്ട് ചെയ്താൽ ഒന്ന് ലോഗിൻ ചെയ്താൽ മതി. പവർ പോയിന്റ് കാണാനില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും തോന്നുന്നു. എനിക്ക് നമ്മുടെ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും. ഇവിടെ നിലവിൽ പ്രസന്റേഷനിൽ യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക. ഓക്കെ. മെസ്സേജ് നിർത്തൂ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല മെസ്സേജ് കൊണ്ട് നിറഞ്ഞിട്ട്. ഓക്കെ. യെസ്, നമ്മൾ പറഞ്ഞത് ബ്രെയിൻ ഐ ഹാൻഡ് കോർഡിനേഷനെ പറ്റിയാ അല്ലെ. അതുപോലെ സമയവുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളത് ഞാൻ പറഞ്ഞത് ഷൂ ചെരുപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോണത്. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങള്, എല്ലാ കുട്ടികളും വലത്തെ കാലിലെ ചെരുപ്പ് എത്ര പറഞ്ഞു കൊടുത്താലും തിരിച്ച് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ സംഭവം ആ ഒരു പ്രായത്തിലേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളൊരു 2-3 പ്രാവശ്യം തിരുത്തി അവരത് ക്ലിയർ ആകും. പക്ഷെ ഈ കുട്ടികൾക്ക് അത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലേസ് കെട്ടാൻ, ഷൂവിന്റെ ലേസ് കെട്ടാൻ, ടൈ കെട്ടാൻ, അതുപോലെ ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഓക്കെ. അതുപോലെ സമയത്തിനെ പറ്റി യാതൊരു ഐഡിയയും അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്കൂളിൽ പോവുക, ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വേയിൽ അവരെ കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല. കംപ്ലീറ്റ്ലി ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. നമ്മൾ പറയും എന്തൊരു മടിയാണ് ഇവന്, അല്ലെങ്കിൽ എന്തൊരു പ്രശ്നക്കാരനാണ് ഇവൻ, എന്താ പറയുന്നത്, അങ്ങനെ ഇവനെ കൊണ്ട് എന്തൊരു ശല്യമാണെന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് ഈ വേറൊരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ പാരന്റ് കമ്പയർ ചെയ്യണ സമയത്ത് ആ കുട്ടി അവൻ ഇങ്ങനെയല്ലല്ലോ, ഇതെന്താ ഇവൻ, അവനെ കണ്ടിട്ടും പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻസ് ആയിരിക്കും നമുക്ക് വരിക അല്ലെ. അതുപോലെ അവരുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, സ്വാഭാവികമായിട്ടും അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഇപ്പൊ ഞാൻ ആ ഒരു താരെ സമീൻ പറിന്റെ എക്സാമ്പിൾ തന്നെ പറയാം. അവിടെ ഹൃതിക് റോഷനല്ലോ, ആമീർ ഖാന്റെ ക്യാരക്ടർ പോയിട്ട് ഈ ഇഷാന്റെ പാരന്റിന്റെ അടുത്ത് ഒരു ചൈനീസിൽ എഴുതി ഒരു ബോക്സ് എടുത്തിട്ട് ഇങ്ങനെ വായിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. അയാൾ ഇറിറ്റേറ്റഡ് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇത് ചൈനീസ് അയാൾക്ക് വായിക്കാൻ അറിയാത്ത ഭാഷയാണ്. ആ ഭാഷ കൊണ്ടുവന്ന് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരന് ഇറിറ്റേറ്റ്, എനിക്കറിയില്ലല്ലോ ഈ ഭാഷ, ഇത് ചൈനീസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് കച്ചറ ഉണ്ടാക്കാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളും. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അവരെ കമ്പൽ ചെയ്യിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ഇറിറ്റേറ്റഡ് ആവും. സോ അത് ബിഹേവിയറിൽ എങ്ങനെ റിഫ്ലക്ട് ആവും? ഭയങ്കര അരഗന്റ് ആയിട്ട്, ദേഷ്യമുള്ള കുട്ടികളായിട്ട്, അതുപോലെ എന്താ പറയുന്നത്, ആ ഒരു പ്രോപ്പർ വേ ഉണ്ടല്ലോ, ഒരു സ്കൂളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു വീട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, പബ്ലിക്കിൽ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് സാധിക്കാതെ വരും. അതായത് അവന് പറ്റാത്ത കാര്യങ്ങൾ നിർബന്ധിക്കുമ്പോൾ അവൻ കാണിക്കുന്ന ആ റെസ്പോൺസ് ആണ്. ഓക്കെ. അതുപോലെ ഒരു കാര്യം ചെയ്യാം, ഈസി ആയിട്ട് അവൻ ഡിസ്ട്രാക്റ്റഡ് ആകും. ഒരു കാര്യം കുറച്ച് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഓക്കെ.
അതുപോലെ ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചാൽ പോലും അവനത് വെർബലി പറഞ്ഞ് തരാനായിട്ട് സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ബന്ധവുമില്ലാതെ ചിലപ്പം പറയാനുള്ള സാധ്യതയുണ്ട്. വേറെന്താണ്, പുതിയ പുതിയ കാര്യങ്ങളോട് അഡ്ജസ്റ്റ് ആവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. വേർഡ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇതൊരു വൃത്തമാണ്, ഇത് വൃത്തമല്ല ചുമ്മാ, ഓക്കെ, ഇതൊരു വൃത്തമാണ്, അല്ലെങ്കിൽ ഇതൊരു ഇങ്ങനെ നമ്മൾ ഓരോന്നും കാണിച്ച് ഇത് അതാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സിംറ്റംസ് ഞാനിങ്ങനെ പറയുമ്പോഴേ നമ്മൾ പറയും ഏർലി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. ടീച്ചർമാരുടെയും സ്കൂളിന്റെയും പാരന്റ്സിന്റെയും ബാധ്യത തീർന്നു. സർട്ടിഫിക്കറ്റ് കിട്ടി, ഇനി ഇവന് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എക്സാം എഴുതാനായിട്ട് ഇവനൊരു സഹായിയെ കിട്ടും, കഴിഞ്ഞ പരിപാടി എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ ഒരു നഴ്സറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എവിടെയോ, ടീച്ചറിനെ പോലെയുള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആകേണ്ടത്. കാരണം സ്കൂൾ കൗൺസിലർ സ്കൂളിലേ എത്തുന്നുള്ളൂ അല്ലെ. പാരന്റ്സും അതേപോലെ കുഞ്ഞു ക്ലാസ്സിൽ, അതായത് നഴ്സറി അംഗൻവാടിയിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് ഇത് കുറച്ചും കൂടി ഏർലി ഇന്റർവെൻഷൻ ഇതെന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ ഡയറക്ഷനിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല കേട്ടോ, അതും പറയാം. ലേണിംഗ് ഡിസബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണാറുണ്ട് അല്ലേ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റാളയാനൊന്നും പറ്റില്ല, നമ്മൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അവന്റെ കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത്, ഏതോ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവൻ വീക്ക് ആണെങ്കിൽ ഏതോ ഒരു ഏരിയയിൽ അവൻ, കാരണം അവന്റെ ഇന്റലിജൻസിന് യാതൊരു കുഴപ്പമില്ല. സോ ആ ഏരിയ കണ്ടുപിടിച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസ്, അക്കാഡമിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്ന് കൊണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ട ആ ഏരിയയിലേക്ക് അവനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇതുപോലെ എന്റെ ഒരു കേസ് എക്സാമ്പിൾ ഉണ്ട്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ആ കുട്ടീനെ എനിക്ക് കിട്ടിയത്. ആക്ച്വലി ഇതേപോലെ തന്നെ ടീച്ചേഴ്സ് 10ൽ എത്തുമ്പോഴാണ് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുക. അതുവരെ നമ്മളിങ്ങനെ പാസ്സാക്കി വിടുവേ. ഇപ്പൊ എന്തുണ്ടാവുക ആലോചിച്ചോക്കോ, കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ നോളജ് ഇവിടെ, കുട്ടി ഇവിടെ, ഓക്കെ, രണ്ടും ഈക്വൽ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നോളജ് അവിടെ തന്നെ ഇരിക്കും, കുട്ടി അടുത്ത ക്ലാസ് പോകും, 2ലെത്തി, 3ലെത്തി, 4ലെത്തി അല്ലേ. ഇങ്ങനെ ഇത് ക്ലാസ് ഇങ്ങനെ കയറി പോവും, പക്ഷെ അവന്റെ നോളജ് താഴെ അവിടെ തന്നെ നിൽക്കുകയാണ്. സോ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. അതിപ്പോ ലേണിംഗ് ഡിസബിലിറ്റി ആവണമെന്നില്ല, സ്ലോ ലേണേഴ്സിന്റെ കാര്യത്തിലായാലും പഠിക്കാൻ മടിയന്മാർ, വെറുതെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു രസത്തിന് പഠിക്കാണ്ടിരിക്കുന്നവരായാലും ഒക്കെ ഉണ്ടാവുന്നത് ഈ ഗ്യാപ്പ്. നമ്മൾ തെറപ്പിസ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാണ് വലിയൊരു ടാസ്ക്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഒരു കുട്ടി അവനെ കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് അവനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. ഓക്കെ, IQ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവന് മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും. മെന്റലി റിട്ടാർഡഡ് എന്ന് പറഞ്ഞ വാക്ക് നമ്മളിപ്പോ ഉപയോഗിക്കില്ല, ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി, ID അങ്ങനെയാണ് പറയാ. സോ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടുപോയി IQ ടെസ്റ്റ് ചെയ്ത സമയത്ത് അവൻ IQ-ല് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അവൻ LD ആണെന്ന് കണ്ടുപിടിച്ചു. സോ പാരന്റ് എന്താ ചെയ്യാ, ഒരു TV ഒക്കെ കേടായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ, നന്നാക്കാൻ കൊണ്ടുവന്നിട്ട് വർക്ക്ഷോപ്പ് കൊടുക്കുക ചെയ്യും. വർക്ക്ഷോപ്പ് അല്ല, എന്താണ് ഈ TV ഒക്കെ നന്നാക്കുന്ന ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന പോലെ ഇവനൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും നന്നാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് കൊണ്ടുവന്ന് തരിക അല്ലേ. നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ മെക്കാനിക് ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതിന്റെ പരിപ്പെടുത്ത് മാറ്റി വെക്കുന്നതിൽ അവൻ വളരെ വളരെ എഫിഷ്യന്റ് ആണ്. എന്ത് കിട്ടിയാലും ഓക്കെ, വീട്ടിലുള്ള TV ആയിക്കോട്ടെ, മിക്സി ആയിക്കോട്ടെ, ചെറിയ ചെറിയ സാധനങ്ങളായിക്കോട്ടെ, പരിപ്പെടുക്കാൻ വളരെ വിരുദ്ധനാണ് അവൻ. ഓക്കെ, പരിപ്പെടുക്കാൻ പറഞ്ഞാൽ അറിയല്ലോ അല്ലെ. സോ അവനെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, അവന് ആ ഒരു മെക്കാനിക്കൽ സൈഡിൽ അവൻ ഭയങ്കര അടിപൊളിയാണ്. സോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവനെ പതുക്കെ ITIയിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ് ആ ഒരു കൗൺസിലിങ്ങിനെ കണ്ടിന്യൂ ചെയ്തു പോയി. ഇപ്പൊ ഇത് കുറെ മുന്നാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുന്നത്തെ കഥയാണ്. ഞാൻ അവിടുന്ന് വന്നിട്ട് തന്നെ ഇപ്പൊ 3 വർഷമായി, കുറെ മുന്നത്തെ കഥയാണ്. ഇപ്പൊ അവരൊരു വർക്ക്ഷോപ്പിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, അവൻ ഏൺ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കാറൊക്കെ അടിപൊളിയായിട്ട് അവൻ പരിപ്പെടുക്കുമല്ല അവൻ നന്നാക്കും. ഓക്കെ, അന്ന് പരിപ്പെടുത്തോണ്ടിരുന്നത് ഇപ്പൊ അത് എങ്ങനെ മാറി, നന്നാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറി എന്നുള്ളതാണ്. സോ ഈ ഇന്റർവെൻഷൻ ആ കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് അവന്റെ അവൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു.
കാരണം വീട്ടിലും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പാരന്റ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എവിടെയാണ് ഇവൻ വീക്ക് ആയിട്ടുള്ളത്, എവിടെയാണ് ഇവന്റെ നല്ലത്. കാരണം നല്ല കാര്യങ്ങളും കൂടി അപ്പോഴേക്കും കുട്ടി മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ മാറ്റി വെച്ചിട്ടുണ്ടാവും. കാരണം അവന് 1ാം ക്ലാസ് തൊട്ട് കേൾക്കുന്നത് ഇവനെ ഒന്നിനും കൊള്ളൂല, ഇവൻ പൊട്ടനാണ്, ഇവൻ മണ്ടനാണെന്നുള്ള കഥയാണ്. അപ്പൊ ഒരുപക്ഷെ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടിയായിരുന്നിരിക്കണം അവൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഴിവുള്ള കുട്ടിയായിരിക്കണം അവൻ. ഈ അവനുള്ള കഴിവ് പോലും ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള ആ ഒരു ഫീലിങ്ങിൽ അവൻ അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് പോകും. അപ്പൊ 10ലെത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അവൻ തന്നെ തീരുമാനിക്കും, യെസ് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഞാനൊരു പൊട്ടനാണ്, ഗുഡ് ഫോർ നത്തിങ് പേഴ്സൺ ആണ് എന്നുള്ളത് അവൻ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മളെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാടൊന്നും നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുനാളിലെ ചെറിയ വയസ്സുകളിലെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കൃത്യമായ ഇന്റർവെൻഷൻ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഈ കുഞ്ഞു കുട്ടികളുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ചിന്ത ഒരു പക്ഷെ ഇതായിരിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ കുട്ടീനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളും മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്തത് ഹലോ മോഡറേറ്ററോ? ഇത് സ്ലൈഡ് മാറ്റുന്ന ആൾ ഉറങ്ങിപ്പോയോ? വന്നു. ഓക്കെ, യെസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കൃത്യമായിട്ട് അവന് ഹെൽപ്പും സപ്പോർട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് അവനുണ്ടാവും. അവന് ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. അതായത് സ്വഭാവം, അതായത് അവനെ നമ്മൾ മനസ്സിലാക്കാത്ത വരുമ്പോൾ അവന്റെ സ്വഭാവം മാറ്റിത്തുടങ്ങും. ഓക്കെ, അങ്ങനെ എന്താകും? ചെറിയ ക്ലാസ്സിൽ പോവാൻ മടിയാവും, ക്ലാസ്സിൽ പേപ്പർ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കാതെയാവും, അവൻ തന്നെ സൈൻ ചെയ്ത് അവന്റെ പേപ്പർ കൊടുക്കുന്ന സാഹചര്യങ്ങൾ വരും, ക്ലാസ് ബങ്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞ് ക്ലാസ്സിൽ പോവാതിരിക്കാൻ. കാരണം അവന് ക്ലാസ്സിലും ഒരു സപ്പോർട്ടില്ല, വീട്ടിലും ഒരു സപ്പോർട്ടില്ല. സോ മാക്സിമം ഈ സ്കൂൾ എന്ന് പറഞ്ഞ സാധനം എനിക്ക് പറ്റിയ ഒരു സ്ഥലമല്ല, ഞാനവിടെ എന്താണ് സ്റ്റോപ്പ് തെറ്റി ഇറങ്ങിയതാണെന്നുള്ള ഭാവത്തിൽ എങ്ങനെയൊക്കെ സ്കൂളിൽ പോകാതിരിക്കാമെന്ന് അവൻ ചിന്തിച്ച് തുടങ്ങും. ഓക്കെ, അതുപോലെ എന്താണ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അസൈൻമെന്റ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും അവന് ഇഷ്ടമുണ്ടാവില്ല. പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങും, ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങും. പതുക്കെ അവൻ എല്ലാരിൽ നിന്നും അകന്ന് തനിയെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, ഒറ്റയ്ക്കിരിക്കുക. കാരണം എവിടെ പോയാലും അവനൊരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല. സോ അവനിലേക്ക് തന്നെ ഒതുങ്ങി ഈവൻ വീട്ടുകാരുടെ അടുത്ത് നിന്ന് പോലും അവൻ അകലാനായിട്ട് തുടങ്ങും. അവിടെയും കമ്പാരിസൺ ഉണ്ടാവും, ചേട്ടനും അനിയനും തമ്മിൽ, ചേച്ചിയും അനിയനും തമ്മിൽ, അങ്ങനെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തമ്മിലൊക്കെ കമ്പാരിസൺ ഉണ്ടാവും. നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, നിന്നെക്കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ പതുക്കെ അവര് ഇതെല്ലാം എന്ത് ചെയ്യും, അവരുടെ ബിഹേവിയറിൽ കാണിക്കാൻ തുടങ്ങും, അങ്ങനെ ഒതുങ്ങാൻ തുടങ്ങും. ഓക്കെ, യെസ്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരത്? യെസ്, ചോദിച്ചോ. നമുക്ക് സ്കൂളില് ഒരു UKG സ്റ്റുഡന്റ് ആണ്. അത് ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴായാലും അവനോട് എന്തെങ്കിലും ചെറിയ പാട്ടുകൾ, ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവൻ നമ്മളെ കണ്ണിലേക്ക് നോക്കില്ല. മോനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കും മോനെ എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കില്ല. അല്ലെ ബോർഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചർ കാണിച്ചു കൊടുത്താൽ ആ കുട്ടി ആ ബോർഡിലേക്ക് ശ്രദ്ധിക്കില്ല. അവൻ മറ്റെവിടോട്ടേലും നോക്കിക്കൊണ്ടായിരിക്കും നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരു പാട്ട് പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷെ അതിന്റെ അവൻ ലിപ്പ് അതിനെ ഒന്ന് അനക്കുമായിരിക്കും, പക്ഷെ അവന്റെ ലിസണിങ് അവിടോട്ട് വരുന്നില്ല. പക്ഷെ നമുക്ക് ഓരോ പേരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥ. അവര് ഹൈലി ഇതായിട്ടുള്ള ഫാമിലിയാണ്, അവരുടെ കുട്ടി നല്ല ഇതാണ് എന്ന് അവര് പറയാണ്, നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഇതായിട്ടുള്ള ഫാമിലിയാണ്. അവര് കുട്ടിയെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുന്നു, എഴുതിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മള് എന്താ പറയാ, നമ്മൾ അതൊന്നും കാണുന്നില്ല. ക്ലാസ്സിൽ ആ ഒരു ഇതൊന്നും അവന്റെ ഭാഗത്തൊന്നും ഇല്ല. അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരക്ഷരം പോലും UKG വന്നിട്ട് അവന് ഒരക്ഷരം കൂടി ഒന്ന് റായെന്നൊന്ന് മലയാള അക്ഷരം വളച്ചെഴുതാൻ കൂടി അവന് പറ്റാത്തൊരു കണ്ടീഷൻ. നമുക്ക് അവര് പേരൻസിനോട് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ അത് നമ്മൾ എങ്ങനെങ്കിലും അവനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഓരോ ടീച്ചേഴ്സും, പല സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും, വലിയ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സ് വരെ ശ്രമിക്കുന്നു. പക്ഷെ നമ്മളുടെ കണ്ണിലേക്ക് അവൻ നോക്കുക പോലും ചെയ്യാത്ത ഒരവസ്ഥ.
ഒന്നും ശ്രദ്ധിക്കില്ല, ക്ലാസ്സിലിരിക്കോ? ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല. അതാണ് ആ ക്ലാസ്സിൽ ഇരിക്കും. നമ്മളിപ്പോ ഒന്ന് അടങ്ങിയിരിക്കൂ എന്നൊന്ന് ഒച്ച ഉയർത്തി പറഞ്ഞാൽ ഒരു 2 സെക്കൻഡ്സ് ഒരു 2-3 സെക്കൻഡ്സ് അവനൊന്ന് ഇരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ എഴുന്നേറ്റ് നിൽക്കും. അവൻ്റെതായിട്ട് അവനുള്ള പ്രവൃത്തികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതെനിക്ക് ഈ ഒരു ഇതുമായിട്ടാണോ, ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ആണോ ഇപ്പൊ മാം പറഞ്ഞ അതിനകത്ത് പെടുവോ ആ ഒരു അവസ്ഥ? ഇത് എനിക്ക് തോന്നുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്താലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇത് സിറ്റിംഗ് ടോളറൻസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു അറ്റൻഷൻ ഡെഫിസിറ്റ്, ADHD എന്ന് കേട്ടിട്ടില്ലേ? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. സോ ആരുടെയോ മൈക്ക് ഓൺ ആണല്ലോ, ഒന്ന് ഓഫാക്കിയ. ഹലോ ഹലോ അർജുനൻ, ഓക്കെ മ്യൂട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥയാവാനുള്ള സാധ്യതയുണ്ട്. ADHD കേൾക്കാമോ? ഹലോ, ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണോ അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണോ എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അസസ്മെന്റ് എടുത്താൽ തന്നെ മനസ്സിലാവാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ കുട്ടി ഇതാണെന്ന് പോയിട്ട് നമുക്ക് പ്രത്യേകിച്ചും ഒരു പാരന്റും എന്ത് ചെയ്യില്ല, എന്റെ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ ഒരു സിറ്റുവേഷനിൽ അവർ തയ്യാറാവില്ല. ഇത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലം ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം അസസ് ചെയ്യണം. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി നമ്മളത് ഇത് ചെയ്യണം. കണ്ണിൽ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഐ കോണ്ടാക്ട് ഇല്ല, അതുപോലെ അറ്റൻഷൻ ഇല്ല എന്ന് പറയുന്നു, സിറ്റിംഗ് ടോളറൻസ് ഇല്ല എന്ന് പറയുന്നു. ഇത് ഒരു സൈഡാണ് കേട്ടോ. ഇപ്പുറത്ത് വേറൊരു സൈഡില് ഇവൻ ചിലപ്പോൾ സ്കൂളിൽ വരാൻ താല്പര്യമില്ലാത്ത കുട്ടിയാണെങ്കിലും ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവിടെയാണ് നമുക്ക് പണി കിട്ടണത്. മനസ്സിലായില്ലേ? അതായത് വീട്ടിൽ ചിലപ്പോൾ ഇവൻ എല്ലാം ചെയ്യുന്നുണ്ടാവും, എഴുതുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എനിക്ക് സ്കൂളിൽ വരാൻ താല്പര്യമില്ല, ഞാൻ വീട്ടിലിരുന്നോളാം എന്നുള്ള ഒരു ഐഡിയ ആണ് അവന്റെ മനസ്സിലെങ്കിൽ അവൻ ഇതല്ല ഇതിലപ്പുറത്തിലെ പ്രശ്നം അവനുണ്ടാക്കും. ഓക്കെ, സോ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്കൂളിൽ കൗൺസിലർ ഉണ്ടെങ്കിൽ കൗൺസിലർ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് എടുത്ത് നോക്കുക എന്താണ് അവന്റെ പ്രശ്നം എന്നുള്ളത്. കുട്ടിയെ ഒരു 21 ഡേയ്സ് ഒബ്സർവേഷൻ നോക്കുക. നമ്മൾ പറയുന്ന ചില ട്രെയിനിങ്സ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ ട്രെയിനിങ്സ് ലൈക്ക് ഇപ്പൊ സിറ്റിംഗ് ടോളറൻസ് ഇൻക്രീസ് ചെയ്യാനുള്ളത്, കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഷെയ്ഡിങ് ആക്ടിവിറ്റീസ് ഒക്കെ അവന് കൊടുത്തു നോക്കുക. ചിലപ്പോൾ അവൻ എഴുതാനായിരിക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, കളർ ചെയ്യാനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കാണുമായിരിക്കും. സോ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. കുറച്ച് നാൾ നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു അസസ്മെന്റ് വെച്ചിട്ട് നമ്മൾ പാരന്റിനോട് സംസാരിക്കണം. കാരണം കുട്ടി ഈ പറഞ്ഞ പോലെ അവൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവൻ പഠിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിലും ശരി, പഠിക്കാൻ പ്രോബ്ലം ആണെങ്കിലും ശരി, രണ്ടാണെങ്കിലും ഈ ഗ്യാപ്പാണ് അവിടെ ക്രിയേറ്റ് ആവുക. സോ വലിയ ക്ലാസ്സിൽ എത്തിയിട്ട് പിന്നെ ഈ ഗ്യാപ്പ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് അത് നമ്മൾ പറയില്ലേ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള പറഞ്ഞ പോലെയാവും. സോ അപ്പൊ പാരന്റിനെ കൺവിൻസ് ചെയ്യുക. ആദ്യം നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സ്കൂൾ കൗൺസിലർ ആണെന്നല്ലേ പറഞ്ഞേ സുമി? സ്കൂൾ ടീച്ചറാണ്. അതാണ് ഇപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു സൈക്കോളജിസ്റ്റിനേക്കാളും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആളാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ. കാരണം അവന്റെ കുറെ അധികം സമയം അവൻ സ്പെൻഡ് ചെയ്യുന്നത് ടീച്ചറിന്റെ കൂടെയാണ്. സോ അവനുണ്ടാവുന്ന ബിഹേവിയറൽ ആയിട്ടുള്ള അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കുക ഒരു ടീച്ചറിനാണ്. മേ ബി നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിംറ്റംസ് ഒബ്സർവ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണോ എന്ന് ആദ്യം നമ്മൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുക. ആദ്യം അവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ പഠിപ്പിച്ച് നോക്കുക. എന്നിട്ടും രക്ഷയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് ലെവൽ അസസ്മെന്റിലേക്ക് പോകുക. ഇപ്പൊ പറഞ്ഞ ഫീച്ചേഴ്സ് ADD ഉണ്ടാകാം, ADHD ഉണ്ടാകാം, അതുപോലെ ഓട്ടിസം ആണെങ്കിൽ അതിലും ഉണ്ടാകാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതേതാണ് ചെറിയ കുട്ടിയാണ് ഞാനീ പറഞ്ഞത്, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലും ഈ ഒരു കാര്യങ്ങളൊക്കെ അവൻ കാണിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതിൽ ഏതാണെന്ന് നമ്മൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം അടുത്ത നെക്സ്റ്റ് ലെവൽ അസസ്മെന്റിന്
കൊണ്ടുപോകാന്നുള്ളതാണ്. അവിടെ നമ്മൾ അസസ്മെന്റിന് പോകണമെങ്കിൽ പാരന്റിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പോകാൻ സാധിക്കില്ല. പാരന്റ്സിനോട് സംസാരിച്ച് നോക്കുക. അവൻ ഇതുപോലെ നമ്മൾ പറഞ്ഞില്ല, ഇതിനൊക്കെ പിന്നിൽ ഒരു റീസൺ കാണും. എപ്പോഴും ഒരു കോസസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ടത് നോക്കുക. ഡെലിവറി നോർമൽ ആയിരുന്നോ, ഡെലിവറി ടൈം വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ, LKG-ലും ഇവൻ ഇങ്ങനെ തന്നെ ആയിരുന്നോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് നോക്കുക കേട്ടോ. അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ആ കുട്ടിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകാമോ? അമ്മ കൂടെ മാത്രം അറ്റൻഷൻ സീക്കിങ്ങിനുള്ള സാധ്യത വളരെയധികം ഉണ്ട് അമ്മ കൂടെ ഇല്ലെങ്കിൽ. ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ടീച്ചറിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം ശരി അമ്മയോ ഇല്ല എന്നാ ശരി വീട്ടിൽ തന്നെ ഇരുന്നേക്കാം എന്നുള്ള ഒരു ഐഡിയ. കുട്ടികൾ ഭയങ്കര ഇന്റലിജന്റ് ആണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെ പല സാധ്യതകൾ അവിടെ ഉണ്ട്. അതാ പറഞ്ഞ ടീച്ചർ കുട്ടിയോട് സംസാരിക്കുന്നതിലൂടെ, കുട്ടിയുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ ഒക്കെയാണ് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെന്ന് പറയുന്നത് കുട്ടികളാണ്, നമ്മൾ ഒരു പ്രാവശ്യം ലേബൽ ചെയ്ത് പോയാൽ പോയി. അപ്പം എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് മുൻപ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വളരെ നന്നായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷമേ അവസാനത്തെ ഒരു കൺക്ലൂഷനിൽ എത്താനും പാടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ് മാം. MR ഇപ്പൊ പറയുന്ന പേരെന്തായിരുന്നു? മെന്റൽ റിട്ടാർഡ്. IDയുടെ ഫുൾ ഫോം ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി. ഓക്കെ. എവിടെ ഇപ്പൊ ഞാനൊരു ചുമ്മാ ഒരു എക്സസൈസ് ആണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ എന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് ടീച്ചർമാരാണ് കൂടുതലും ഇതിലുള്ളത് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ടീച്ചർമാരോ അല്ലെങ്കിൽ കൗൺസിലേഴ്സോ അല്ലാത്ത ആളുകളുണ്ടോ? ഹലോ, യെസ്, അത് വേറെ എന്തോ ആയിട്ട്. ഓക്കെ. വീണ്ടും എല്ലാവരും ക്യാമറ ഒക്കെ, എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരാണ് അധികം തോന്നുന്നു. ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് കരിയാണോ എന്നറിയില്ല. എനിവേ, ഒരു എക്സസൈസ് ആണ്. സിമ്പിൾ ആയിട്ട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഇപ്പൊ ടീച്ചർ ആയിക്കോട്ടെ, കൗൺസിലർ ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പാരന്റ് ആയിക്കോട്ടെ, വർക്കർ ഉണ്ട്. വെരി ഗുഡ്. സോഷ്യൽ വർക്കർ. പോയാ? ഓക്കെ, യെസ്. ഇപ്പൊ ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി, 13 വയസ്സ്. ഇൻഫെക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞില്ലേ, ഒരു സിംറ്റം എഴുതിയപ്പോ ഇൻഫെക്റ്റീവ് ബിഹേവിയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? എവിടെ? സിംറ്റംസില എത്രാമത് സിംറ്റം ആണ് പറയൂ? 1 2 3 4 5 6 കാണുന്നതിന് ലെഫ്റ്റ് സൈഡ് ലാസ്റ്റ്. ഓക്കെ. അതൊന്നല്ല, ഇമ്പൾസിവിറ്റി. ഓക്കെ, പറഞ്ഞില്ലേ, പെട്ടെന്ന് നമ്മൾക്ക് ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, യെസ്. എവിടെ? അടുത്ത സ്ലൈഡ് വരട്ടെ. 13 വയസ്സുള്ള ഒരു കുട്ടി, 13 വയസ്സുള്ള ഒരു കുട്ടീനെ പാരന്റ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു 13 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി പെട്ടെന്ന് ഒരു ഡിസോബീഡിയന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസമാണ് സംഭവിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് പഠിക്കുന്ന കാര്യത്തിലൊക്കെ അവൻ പിന്നോക്കം പോവാണ്. ഇതേപോലെ അരഗന്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുകയാണ്. ഇതാണ് അവനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്സ്. നമ്മൾ എന്താ ചെയ്യും? ഒരു പാരന്റ്സ് ആണെങ്കിൽ പാരന്റ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? കൗൺസിലർ ആണെങ്കിൽ പാരന്റ് കൂട്ടിക്കൊണ്ട് വന്നാണ് ഈ കംപ്ലൈൻറ്റ്സുമായിട്ട് എന്ത് ചെയ്യും എന്നുള്ളതൊന്ന് പറയാമോ? 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇവനെ കൊണ്ട് കുടുങ്ങി. ഇപ്പൊ നമ്മള് ഒന്നും പഠിക്കുന്നുമില്ല. ഭയങ്കര ദേഷ്യാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യാണ്. എന്താ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോന്ന് ചെക്ക് ചെയ്യും. അറ്റൻഷൻ ഡൈവേർട്ട് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? മൊബൈൽ അഡിക്ഷൻ, അതുപോലെ അഡോളസന്റ് ഏജ് ആണല്ലോ, മൊബൈൽ അഡിക്ഷൻ ഓർ സം അതർ അഡിക്ഷൻസ്. അപ്പം അത് ചെക്ക് ചെയ്യാൻ പാരന്റ്സിനോട് ചോദിക്കാം. എന്തെങ്കിലും കൂടുതൽ ടൈം ഏതിലെങ്കിലും ഇൻവോൾവ് ആവുന്നുണ്ടോ,
അങ്ങനെ നോക്കാലോ, ടൈം എന്തിലാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതെന്ന് നോക്കാം. യെസ്. വേറെ ആരോ പറഞ്ഞു പേഴ്സണലി കുട്ടിയോട് സംസാരിക്കുന്നു പറഞ്ഞു. കുട്ടിയോട് സംസാരിക്കുമ്പോ എന്തായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്? വെറുതെ എന്തൊക്കെയുണ്ടാ വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചാൽ മതിയോ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം. നമ്മുടെ ഫാമിലി എന്താണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ അമ്മ തമ്മിലുള്ള റിലേഷൻ, അത് കുട്ടിയെ ബാധിക്കുന്നുണ്ട് നന്നായിട്ട്. ഈ അല്ലെങ്കിൽ അച്ഛൻ പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ ഇപ്പോഴാണ് കുറച്ച് നാളായിട്ടുള്ളൂ ഈ പരിപാടി തുടങ്ങിയിട്ട്. അതുവരെ നല്ല കുട്ടിയായിരുന്നു, അത്യാവശ്യം പഠിക്കുമായിരുന്നു, ദേഷ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം വീട്ടിൽ അനുസരണയൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം ഇവൻ ഇങ്ങനെ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അവന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ഏത് തരത്തിലുള്ള കുട്ടികളാണ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അന്വേഷിക്കുക. അത് ഒന്ന് അന്വേഷിക്കാം. യെസ്, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? കൂടുതലായിട്ട് അവന്റെ എൻവയോൺമെന്റ് ആയിരിക്കും ഇതിനുള്ള ഈ ചേഞ്ചസിനുള്ള കാരണം. ഓക്കെ, സോ എല്ലാരും പറഞ്ഞതൊക്കെ എനിക്ക് ശബ്ദം അവനെ എന്ത് ആക്ടിവിറ്റീസ് ആണ് ഇഷ്ടമുള്ളത് അന്വേഷിക്കും. സ്കൂളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നോട് അന്വേഷിക്കണം. ഗെയിം അഡിക്ഷൻ, യെസ് നിറയെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതാണ് കഥ. ഓക്കെ, നമുക്ക് ഒരു ലേണിംഗ് ഡിസബിലിറ്റിയോ ലേണിംഗ് ഡിസോർഡറോ എന്ന് പറഞ്ഞിട്ട് PTSD വരെ വന്നു. കറക്റ്റ്. സി, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ഒരു കുട്ടി, ഒരു ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചൈൽഡ് സൈക്കോളജി കുറച്ച് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാവുന്ന ഒരു ADHD ഒരു ADD ഒരു എന്താ പറയുക ലേണിംഗ് ഡിസബിലിറ്റിയും കൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. ദർ മേ ബി ലോട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഉണ്ടാകാം. നിങ്ങൾ പറഞ്ഞ 13 ഇയർ ആണ് ടീനേജിന്റെ തുടക്കം അല്ലെ? കയ്യാല പുറത്ത് വെച്ച തേങ്ങ പോലെ നമ്മൾ പറയും, അങ്ങോട്ടാണാവോ ഇങ്ങോട്ടാണാവോ എന്നറിയാത്ത ആ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന പ്രായം അല്ലെ? അതായത് നമ്മൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിനോട് നമ്മൾ എപ്പോഴും ഗേൾ ആയാലും ശരി ബോയ് ആയാലും ശരി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയും, ഇത്രയും വലുതായില്ലേ ഇനി നീ ഇതൊക്കെ എപ്പാ പഠിക്കുക എന്ന് ചോദിക്കും. അതേ നമ്മൾ തന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യാനും മാത്രം നീ വളർന്നോ എന്ന് ചോദിക്കും അല്ലെ? ആരാ അവിടെ കുഴപ്പക്കാര്? കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ആലോചിക്കുക. അപ്പൊ അവന് അല്ലെങ്കിൽ അവൾക്ക് ആ കുട്ടിക്ക് തന്നെ കൺഫ്യൂഷൻ ആവാണ്, ഇനിയിപ്പോ ഞാൻ വലുതായോ ഇല്ല ഞാൻ വലുതായില്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയം ഒന്ന്. രണ്ടാമത്, ഈ പ്രായത്തില് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി അമ്മയായിരിക്കും ഏറ്റവും വലിയ ശത്രു. മനസ്സിലായില്ലേ? അമ്മയായിരിക്കും ഏറ്റവും വലിയ ശത്രു, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അല്ലെ? അവിടെയും ഞാൻ പാരന്റിങ്ങിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐഡന്റിറ്റി ക്രൈസിസ് സ്റ്റേജ്. യെസ്. അതാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ആരാ ഉണ്ടാക്കണ? സത്യത്തില് കൂടുതലും ഈ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കുന്നത് നമ്മൾ പാരന്റ്സ് ആണ്. അതെ, അതാണ്. സോ നമ്മൾ പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികള് പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുക, ആ ഒരു ഡീറെയിൽമെന്റ് സംഭവിക്കുന്ന പ്രായമാണ്. സോ കുഞ്ഞുനാളിലെ തന്നെ ഓരോ കാര്യങ്ങളും വന്ന് നമ്മളോട് ഇവര് പറയും അല്ലെ? പിന്നെ ആവുമ്പോ ഇവര് പറയുന്നത് കണ്ട് കുറയും. എന്താ കാര്യം? പാരന്റ്സിന്റെ റെസ്പോൺസിലായിരിക്കും. അതാണ് പാരന്റ്സ്. ഇപ്പൊ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഇത് ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധമില്ല കേട്ടോ. ഞാൻ ജനറൽ ആയിട്ട് ഇത്രയും വലിയൊരു ക്രൗഡ്, അതും കൂടുതലും പാരന്റ്സിനെ കിട്ടിയത് കൊണ്ട് ഞാൻ പറയാണ്. ഇപ്പൊ ഒരു കുട്ടി ഇങ്ങനെ പോകുന്നു, സ്കൂളിലേക്ക് ഇങ്ങനെ പോണ വഴിയിൽ ആരോ അവൾക്കൊരു കമന്റ് അടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സൈറ്റ് അടിച്ച് കാണിക്കുകയോ ചെയ്തു. ഓക്കെ, നമ്മളെടുത്ത് വന്നിട്ട് പറയും, അമ്മ ഇങ്ങനൊരു സംഭവം ഒന്നും നടന്നു എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമത്തിലോ അല്ലെങ്കിൽ എങ്ങനെയോ കുട്ടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ടിപ്പിക്കൽ അമ്മ എന്തുവാ പറയാ? ഒന്ന് മൈക്കോൺ ചെയ്ത് പറഞ്ഞാട്ടെ നോക്കട്ടെ. അതൊന്നും സാരമില്ല, അല്ലെങ്കിൽ അത് കളഞ്ഞൊക്കെ ശ്രദ്ധിക്കണ്ട, ഇങ്ങനൊക്കെ പറയും. അടിപൊളി. വേറെ ചിലര് പറയും അങ്ങനെ പലരും ഉണ്ടാവും, നീ എന്തിനാ അവരൊക്കെ ശ്രദ്ധിക്കാൻ പോണേ? അടുത്തത് കുറച്ചുകൂടി ഷാർപ്പായിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞ ടിപ്പിക്കൽ അമ്മ വരട്ടെ.
നീ എന്തിനാ നോക്കാൻ പോയത്? അതുകൊണ്ടല്ലേ കണ്ടതെന്ന്. അതാണ്, നീ എന്തിനാ അങ്ങോട്ട് നോക്കാൻ പോയ? അതുകൊണ്ടല്ലേ നീ അത് കണ്ടത്. മര്യാദക്ക് നേരെ നോക്കി പോയിട്ട് വന്നൂടെ സ്കൂളിൽ എന്ന് ചോദിക്കും അല്ലെ? അവിടെ കുട്ടി കൺഫ്യൂസ്ഡ് ആയി. കുട്ടിയാണോ തെറ്റ് ചെയ്തതെന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ കുട്ടിക്ക് വന്നു. നാളെ ഇതിനേക്കാൾ വലിയൊരു ഇൻസിഡന്റ് വരുമ്പോഴും അമ്മ ഞാനായിരിക്കുമല്ലോ തെറ്റ് ചെയ്തത്, അവര് നോക്കാൻ പാകത്തിന് നിന്നിട്ടുണ്ട്. അതന്നെ, നോക്കാൻ പാകത്തിന് നിന്ന് കൊടുത്തിട്ടല്ലേ? ഇങ്ങനെയുള്ള ടിപ്പിക്കൽ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുക. അപ്പൊ നാളെ ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കും. കുട്ടി നമ്മളോടൊന്നും പറയില്ല സ്വാഭാവികമായിട്ടും, കാരണം നമ്മൾ കുട്ടിയെയാണ് ബ്ലെയിം ചെയ്തത് അല്ലേ? സോ ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ നിങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞ ഉത്തരം ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്തേക്കണേ. കാരണം ആ ഒരു ഏജ് 13 ഇയറിന്റെ പ്രത്യേകതകൾ നമ്മൾ ആലോചിക്കണം. കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ആലോചിക്കണം. പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ചില ചേഞ്ചസ് വല്ലതും ഉണ്ടോ? പുതിയതായിട്ട് മൊബൈൽ വാങ്ങിക്കൊടുത്തോ? ഗെയിം വല്ലതും കളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ലാസ്സിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ? ടീച്ചേഴ്സുമായിട്ട് വല്ല അഡ്ജസ്റ്റ്മെന്റൽ പ്രോബ്ലം ഉണ്ടോ? ചിലപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടി ഏതെങ്കിലും തരത്തിൽ അവൻ എന്തെങ്കിലും അപമാനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ സ്കൂളിൽ നേരിട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള എന്താണ് പറയേണ്ടതെന്നോ? മുഹമ്മദ് അലി ഷാജഹാൻ എന്താണ് ഉദ്ദേശിച്ചത്? ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് പറയേണ്ടതെന്നാണോ ഉദ്ദേശിച്ചത്? ഹലോ, യെസ്, ഓക്കെ. അത് നമ്മൾ പറഞ്ഞ പോലെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് അതൊന്നും കരിയാക്കണ്ട. എന്താണ്, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സമൂഹത്തിൽ സാധാരണയാണ്. നീ അത് പ്രശ്നമാക്കണ്ട. നാളെയും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നീ അമ്മയുടെ അടുത്ത് വന്ന് പറ, അമ്മ വിൽ സോൾവ് ഇറ്റ്. ചെറിയ കുട്ടിയാണെങ്കിൽ പറയേണ്ടതാണ്. അല്ലെങ്കിൽ ആ കുട്ടിയോട് തന്നെ റെസ്പോണ്ട് ചെയ്യാനാണ് പറയേണ്ടത് ആ സമയത്ത്. ഓക്കെ, അല്ലാണ്ട് നീ അങ്ങോട്ട് നോക്കിയിട്ടല്ല. ആ ബ്ലെയിം ചെയ്യൽ ഒഴിവാക്കിയിട്ട് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഓക്കെ, അത് ആ കുട്ടിയുടെ തെറ്റല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉണ്ടാവും. നമ്മളത് ഓവർകം ചെയ്യാൻ പഠിക്കണം. നമ്മളെ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മളത് അടുത്ത ലെവലിൽ നമ്മളത് ഷെയർ ചെയ്യണം. അമ്മയോടോ ടീച്ചറോടോ അച്ഛനോടോ ഷെയർ ചെയ്യണം എന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കണം, നീ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ടല്ലേ? നീ അവനോട് ചാറ്റ് ചെയ്യാൻ പോയിട്ടല്ലേ? എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അതാണ്. പ്രശ്നം കൂടുതൽ സിവിയർ ആവാനേ സാധ്യതയുള്ളൂ. ഞാൻ എന്ത് ചെയ്താലും അമ്മ ഇങ്ങനെ കുറ്റം പറയാം, പിന്നെ ഇപ്പൊ എന്താ ചെയ്താലും എന്നുള്ളൊരു ചിന്താഗതി ആവും. ഓക്കെ, സോ ഇത് ക്ലിയർ ആയല്ലോ അല്ലെ? കുട്ടികൾ കംപ്ലൈൻസുമായിട്ട് നമ്മുടെ മുൻപിൽ വരുന്ന സമയത്തോ അല്ല നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴോ നമ്മളത് കൃത്യമായിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാലാണ് കൃത്യമായ റെഫറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടീനെ എന്താണ് ചെയ്യേണ്ടത്? സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണോ? ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് ദിവസം നോക്കിയിട്ട് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെയുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത് എന്താണ് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, യെസ്. അടുത്ത സ്ലൈഡ് വന്നാൽ ഉപകാരമായി. വീണ്ടും നമ്മൾ സ്ലൈഡ് മാസ്റ്റർ. ഓക്കെ, അടുത്തതാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോ അസസ്മെന്റ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അസസ്മെന്റ് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരും ഇല്ല തോന്നുന്നു എനിക്ക്. എനിവേ, സാധാരണയായിട്ട് നമ്മൾ ക്ലിനിക്കുകളിൽ അസസ്മെന്റ് എടുക്കുന്ന നിംഹാൻസിന്റെ ഒരു ബാറ്ററി ഉണ്ട്. അത് വെച്ചിട്ടാണ്. ആ ബാറ്ററി എന്ന് പറയുന്നത് ടോർച്ചിലെ ബാറ്ററി പോലെയാണ്. അങ്ങനെ വിചാരിക്കണ്ട. അതൊരു സം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ ലേണിംഗ് സ്കിൽസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. റീഡിങ്, അതിനകത്ത് എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് വരുന്നുണ്ട്, റൈറ്റിംഗ് വരുന്നുണ്ട്, കാൽക്കുലേഷൻ വരുന്നുണ്ട്, ഇതേപോലെ വിഷ്വൽ എബിലിറ്റി, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ യൂഷ്വലി നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് അതാണ്. എൻഹാൻസ് ബാറ്ററിയാണ് സാധാരണ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുക. അതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. കുറച്ച് സമയം എടുക്കും, ഒരു 45 to 1 hour എടുക്കും അത് അസസ്മെന്റ് ചെയ്തെടുക്കാനായിട്ട്. ക്യാൻ വി ഗെറ്റ് ദാറ്റ് ക്വസ്റ്റ്യനെയർ? കിട്ടാലോ? തരാം. ഓക്കെ, സോ എന്താ പറഞ്ഞു തന്നത്? യെസ്, നിംഹാൻസ് ബാറ്ററി. അതിന് ആദ്യം നമ്മൾ 2 ലെവലുണ്ട്. 2 ലെവലുണ്ട് നമുക്കതിന്. ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ളതും. അയ്യോ, ഈ കമന്റ് ബോക്സിൽ ചോദ്യം ചോദിക്കുന്നത് ഒഴിവാക്കിയിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് നേരിട്ട് ചോദിച്ചാൽ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും. കാരണം എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോഴേ കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, നിംഹാൻസ് ബാറ്ററി ആണ് കേട്ടോ. നിംഹാൻസ് ബാറ്ററി തന്നെയാണ് അതിന്റെ പേര്. അതിനകത്ത് നമ്മള് കാണണോ? നിങ്ങൾക്കത് കാണണോ? വേണോ? മാം, ബാട്ടിയേഴ്സ് ബാറ്ററി അതാണോ?
നിംഹാൻസ് തന്നെ നിംഹാൻസിലുള്ള ആരൊക്കെ ഉണ്ട് ഇതിനകത്ത്? നിംഹാൻസ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് നിംഹാൻസ് ബാറ്ററി. അതിനകത്ത് 3-4 ഏരിയകൾ വരുന്നുണ്ട്. ഞാൻ അത് എടുത്തു വെച്ചിട്ടില്ല ഇവിടെ, ഞാൻ കാണിച്ചു തന്നേനെ. വെയിറ്റ്. നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ അവസാനത്തെ സ്ലൈഡ് ആവുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് നമ്മൾ ബോധേഡ് ആവണ്ട എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ബോധേഡ് ആവണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശരി, അത് എനിക്ക് തോന്നുന്നു ഞാനത് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. പക്ഷെ അത് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് അതിനകത്ത് വേറെയും കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ സെഷന്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. കാരണം നിംഹാൻസ് ബാറ്ററിയെ കുറിച്ച് നമ്മൾ ആരും, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ അതിനെ കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആരും തന്നെ ക്വാളിഫൈഡ് ആയിട്ടില്ല. അത് ചെയ്യേണ്ടത് RCI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അത് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. യൂഷ്വലായിട്ട് നമ്മൾ LD അസസ്മെന്റിന് യൂസ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ IQ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. IQ ടെസ്റ്റ് ചെയ്യേണ്ട സീൻ വരികയാണെങ്കിൽ BKT, മാലിൻസ് ഇന്റലിജൻസ് സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, മിസിക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കെയിലുകൾ നമ്മൾ ഇന്ത്യൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കെയിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളല്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കുട്ടീനെ ഒരു ടീച്ചർ ഒരു ജനറൽ ആയിട്ടൊരു സ്ക്രീനിങ് നടത്തുക. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പഠിത്തത്തിൽ പെട്ടെന്ന് ബാക്ക്വേർഡ് ആയ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ജനറൽ ഒരു സ്ക്രീനിങ് നടത്തുക. ജസ്റ്റ് അവനെ എഴുതിപ്പിക്കുക, വായിപ്പിക്കുക, കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കുക. ജസ്റ്റ് നമ്മൾക്ക് അറിയാവുന്നതുപോലെ അവന്റെ ആ ഒരു 2ാം ക്ലാസ്സിലുള്ള കുട്ടി എന്താണോ പഠിച്ചിരിക്കേണ്ടത് ആ ലെവലിൽ നിന്നിട്ടുള്ള ഒരു ബേസിക് സ്ക്രീനിങ് ചെയ്യിക്കുക. സ്ക്രീനിങ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് കുറച്ച് ദിവസം, ഒരു 2 വീക്സ് അവനൊരു ട്രെയിനിങ് കൊടുക്കുക. അവന് ചേഞ്ച് വരുന്നുണ്ടോ നോക്കുക. ചേഞ്ച് വരുന്നില്ല എന്നാണെങ്കിൽ അടുത്തത് നമ്മൾ റെഫറൻസ് ആണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുക. റെഫർ ചെയ്യുന്ന സമയത്ത് പുള്ളി എന്താണ് IQ ടെസ്റ്റ് ചെയ്യും. IQ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് IQ ഇഷ്യൂ ഒന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ലേണിംഗ് ഡിസബിലിറ്റി ആ ഒരു IQ സ്കോർ വന്ന് 80+ ആ ഒരു റേഞ്ചിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്നുള്ള ഒരു അസസ്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജോലി വന്നിട്ട് ആർക്കാണ്? അടുത്ത ജോലി ആർക്കാ? അയ്യോ, അത്രയ്ക്കൊന്നും പോകണ്ട. അടുത്ത ജോലി സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനാണ്, റെമഡിയൽ എഡ്യൂക്കേറ്ററിനാണ് അടുത്ത ജോലി. ഓക്കെ, റെമഡിയൽ എഡ്യൂക്കേറ്ററിനാണ്. പിന്നെ ഇതിപ്പോ അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പോൾ വേറെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും. സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഓരോ യെസ്, എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഓക്കെ, സോ നമ്മള് അവസാനത്തെ ആ ഒരു ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ അടുത്താണ് നമ്മൾ കുട്ടീനെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? സോ ദിസ് ഇസ് ദി അസസ്മെന്റ്. ഓക്കെ, അടുത്തത് അതായത് 80+ IQ ഉണ്ടെങ്കിലാണോ LD? 80ൽ താഴെയാണെങ്കിൽ LD അല്ല എന്നാണ് മാം ഉദ്ദേശിച്ചത്? എനിക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ കാൽക്കുലേഷൻസ് അറിയില്ല. നമ്മളിപ്പം സാധാരണ നമ്മള് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് 79 താഴെ ആ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മല്ല. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 4 കാറ്റഗറി വരും. അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു 82 ആ ഒരു ഗ്യാപ്പിൽ വരുന്നെങ്കിൽ കറക്റ്റ് അത് ഓർമ്മയില്ല എനിക്ക്. അവിടെയാണ് IQ എങ്കിൽ അത് പറയും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൃത്യമായിട്ട് ദിസ് ഇസ് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന് നമുക്ക് ഡയഗ്നോസിസ് നമുക്ക് തരും. പിന്നെയാണ് അടുത്തത് നമ്മൾ എന്താണ് ഇവർ ചെയ്യുന്ന ജോലി. ഇപ്പൊ നമ്മൾ ഒരു ഫിസിഷ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, വയറുവേദനയായിട്ട് നമ്മൾ ഫിസിഷ്യന്റെ അടുത്ത് പോകുന്നു. അയാൾ പറയണോ വയറ്റിൽ എന്തോ പ്രോബ്ലം ഉള്ളത് തോന്നുന്നുണ്ട്. ഉടനെ നമ്മൾ എങ്ങോട്ടാ പോവാ? അത് കൺഫേം ചെയ്യാൻ സ്കാൻ ചെയ്യാൻ പോകും അല്ലെ? ഇതേപോലെയാണ് നമ്മൾ സ്കൂൾ ടീച്ചറിന്റെ അടുത്തോ കൗൺസിലറിന്റെ അടുത്തോ ഇങ്ങനെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത റെഫറൻസ് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ കൊണ്ടുപോകുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണ്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുള്ളി അത് ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് തരും. എന്താണ് ചെയ്യേണ്ടതെന്നും അതിനകത്ത് ഉണ്ടാവും. റെമഡിയൽ ട്രെയിനിങ് ആണോ അതോ സ്പീച്ച് തെറപ്പിക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ കൃത്യമായിട്ട് അതിൽ എഴുതി തരും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ലെവലിൽ കുട്ടീനെ കൊണ്ടുപോകുന്നത്. റെമഡിയൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ അടുത്ത് കൊണ്ടുപോവുക. സ്പീച്ച് തെറപ്പി ഉണ്ടെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് കൊണ്ടുപോവുക. ഓക്യുപേഷൻ തെറപ്പി ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ, മാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ഐ കോണ്ടാക്ട് തരാത്ത കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് അത് തന്നെ ഒരു ഐഡന്റിഫൈ ചെയ്യാനുള്ള കറക്റ്റ് ഒരു ഇതല്ലേ?
അതെ അതെ, അതന്നെ ഫസ്റ്റ് സിംറ്റം ആണ്. ആദ്യമായിട്ട് നമുക്കാണ് അവർ നമ്മൾക്ക് ഐ കോണ്ടാക്ട് തരില്ല. അവിടെയും ഐ കോണ്ടാക്ട് തരാതിരിക്കാനായിട്ട് കുറച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ആ ഒരു ആദ്യത്തെ ഇൻഹിബിഷൻ കൊണ്ട് ഐ കോണ്ടാക്ട് തരാതെ ഇരിക്കും അല്ലെ, നമ്മൾ ആദ്യം കാണുന്ന. അതെ അതെ, ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ഐ കോണ്ടാക്ട് തരാണ്ട് വിടുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളിൽ എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കാം. ഇപ്പൊ സപ്പോസ് അവൻ ഐ കോണ്ടാക്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ, പഠിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ ടീച്ചറെ മുഖത്ത് നോക്കുന്നേ ഇല്ല, അങ്ങനെ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ടി വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫർദർ ആയിട്ട് അവൻ ഐ കോണ്ടാക്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തൊരു തെറപ്പിസ്റ്റിന്റെ അടുത്തൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാം. അവനോട് കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, മാസ്ക്, അതായത് അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ മുഖംമൂടികൾ വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവൻ നമ്മുടെ മുഖത്തേക്ക് നോക്കാനായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ മുഖത്ത് ചെയ്തിട്ട്. ഇപ്പൊ KG ടീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ഓരോ ദിവസം, അതായത് ഓരോ ഡേ ഒബ്സർവേഷന്റെ സമയത്തൊക്കെ അതുപോലത്തെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരും. ഇപ്പോഴത്തെ പുതിയ കരിക്കുലത്തില് പർട്ടിക്കുലർലി നമ്മുടെ മോണ്ടിസോറി ടീച്ചിങ്ങിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മുഖത്ത് ചെയ്തു വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവരോട് സംസാരിക്കുക. പതുക്കെ അവരെ ഐ കോണ്ടാക്ട് തരും, വേറെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ. അതല്ല, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേറെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫർദർ ഇന്റർവെൻഷനിലേക്ക് പോകണം. വേറെ ഏത് ഏരിയയിലാണ് അവന് വീക്ക് എന്നുള്ളത്. ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ ഐ കോണ്ടാക്ട് തരാൻ ഒരു സാധ്യതയില്ല. അതേപോലെ തന്നെയാണ് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഐ കോണ്ടാക്ട് തരുന്നത് കഷ്ടമായിരിക്കും. ഓക്കെ, അതുപോലെ പേടി കൊണ്ടും ഐ കോണ്ടാക്ട് തരാതിരിക്കാം, ഒരു അപരിചിതത്വം കൊണ്ടും ഐ കോണ്ടാക്ട് തരാതെ ഇരിക്കാം. ഓക്കെ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ സ്കില്ല്. ഓക്കെ, ഒരു പാരന്റ് ആയാലും ശരി, ഒരു ടീച്ചർ ആയാലും ശരി, ഒരു കൗൺസിലർ ആയാലും ശരി, എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ തരാത്തത് ഐ കോണ്ടാക്ട് എന്നുള്ളത്. പിന്നെ ആ ഒരു കോർഡിനേഷൻ കുറവ് കൊണ്ടും, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്രെയിൻ ഐ ഹാൻഡ് കോർഡിനേഷന്റെ കുറവുള്ളത് കൊണ്ടും അങ്ങനെ സംഭവിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ സമയം കുറെ ആയി തോന്നുന്നു. ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് നമുക്ക് ഓടി പോവാം. ഫസ്റ്റ് വന്നിട്ട് എഡ്യൂക്കേഷൻ ഇന്റർവെൻഷൻസ് ആണ്. ഇവിടെ നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ അമേരിക്കയിലൊക്കെ നിറയെ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നതാണ്. ഇവിടെയും ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. കുട്ടിയെ ഇൻഡിവിജ്വൽ ആയിട്ട് അവനൊരു അറ്റൻഷൻ കൊടുത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ എവറി ഇൻഡിവിജ്വൽ ഇസ് യൂണീക്ക് എന്ന് പറയുന്ന പോലെ തന്നെ കുട്ടിയുടെ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ഒരു കാര്യം എടുത്ത് നോക്കിയാൽ, ഡിപ്രഷൻ ആണെന്ന് വെച്ചോ, എനിക്ക് ഡിപ്രഷൻ, സുമയ്ക്ക് ഡിപ്രഷൻ, ലക്ഷ്മിക്ക് ഡിപ്രഷൻ. ഓക്കെ, ഈ 3 ഡിപ്രഷനും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ? ചുമ്മാ ജോക്കാണ് കേട്ടോ, വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ ആസ് എ കൗൺസിലർ ലക്ഷ്മിയുടെ ഡിപ്രഷന്റെ റീസണും അതിന്റെ സിംറ്റംസും വേറെ മാതിരി ആയിരിക്കും. സുമയുടെ ഡിപ്രഷന്റെ സിംറ്റംസും അതിന്റെ എക്സ്പ്രഷൻസും വേറെ മാതിരി ആയിരിക്കും അല്ലെ? സോ ഞാൻ തെറപ്പി കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. അവരുടെ ഫാമിലി ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ ഈ പറഞ്ഞ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും, അത് എങ്ങനെയാണ് അവർ സിംറ്റം ആയിട്ട് പുറത്തു കാണിക്കുന്നത് അത് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ ഒരു കുട്ടിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അവന്റെ സ്കില്ല് ഡിഫറെന്റ് ആയിരിക്കും, അവന്റെ പ്രോബ്ലം ഡിഫറെന്റ് ആയിരിക്കും, അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന വേ ഓഫ് ടീച്ചിങ് ഡിഫറെന്റ് ആയിരിക്കും. സോ അതെല്ലാം മനസ്സിലാക്കി ഒരു ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ ഉണ്ടാക്കി നമ്മൾ അവനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഇന്റർവെൻഷൻ സ്ട്രാറ്റജിക്കകത്ത് വരുന്ന ഒരു കാര്യം. സോ ഇത് യൂഷ്വലി ഇത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണ് ചെയ്യുക. അതേപോലെ ടീച്ചേഴ്സും കുറെയൊക്കെ ആ ഒരു ഏരിയയിൽ ടീച്ചേഴ്സിനും കുറെയൊക്കെ, പക്ഷെ ടീച്ചേഴ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ സ്പെഷ്യലി ഒരു കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കണം, അവന് മാത്രം വേറെ രീതിയിൽ ഹോംവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുക. ഓക്കെ, അതുപോലെ തെറപ്പീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഒക്കെ, ബിഹേവിയർ തെറപ്പി ആസ് യൂഷ്വൽ വേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞില്ല, അവന്റെ ബിഹേവിയർ ഒക്കെ ചേഞ്ചസ് വരാനുള്ള സാധ്യത ഇതൊക്കെ അസോസിയേറ്റഡ് ആണ്, കോമോർബിഡ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അതുപോലെ സ്പീച്ച് തെറപ്പി ചിലപ്പോൾ വേണ്ടി വരും, ഒക്യുപേഷണൽ തെറപ്പി ചിലപ്പോൾ വേണ്ടി വരും, മറ്റ് അതർ തെറപ്പീസ് ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. ഒരേ ഒരു തെറപ്പിസ്റ്റിനെ ഒരേ ഒരു സ്പെഷ്യലിസ്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന് കംപ്ലീറ്റ്ലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് നമ്മൾ ഇതിൽ എടുത്തേ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അസിസ്റ്റീവ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കുണ്ട്. ടെക്സ്റ്റ് ടു സ്പീച്ച്, സ്പീച്ച് ടു ടെക്സ്റ്റ് ടൂൾ, അതായത് ടെക്സ്റ്റുകൾ സ്പീച്ച് ആയിട്ട് കേൾക്കാനും അവൻ പറയുന്നത് ടെക്സ്റ്റ് ആയിട്ട് വരാനൊക്കെ ഉള്ള ഒരുപാട് എന്താ പറയുക സോഫ്റ്റ്വെയർസ് ഒക്കെ ഇപ്പൊ നമുക്ക് കിട്ടാനുണ്ട്.
അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഓഡിയോ ബുക്സ്, ചില കുട്ടികൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കേൾക്കാനായിട്ട് ഓക്കെ ആയിരിക്കും. അതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, അസിസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് വെരി ഇമ്പോർട്ടന്റ് ആണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് പുതിയതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ടാവും അസിസ്റ്റീവ് ടെക്നോളജി ആയിരിക്കും. അത് നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ അറിയാമായിരിക്കാം. ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിറയെ കിട്ടാനുണ്ട്. കുട്ടികൾ പഠിക്കുന്ന ബുക്സ് ഒക്കെ ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി അല്ലാതെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇങ്ങനെ പോയംസ് പഠിപ്പിക്കാനും മാത്സ് പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് സോഫ്റ്റ്വെയർസ് നിറയെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഓക്കെ, ഇത് CCET എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇറ്റ്സ് എ സ്റ്റാൻഡർഡൈസ്ഡ് നോൺ ക്ലിനിക്കൽ എക്വിപ്മെന്റ്, ADHD, ലേണിംഗ് ഡിസബിലിറ്റി, ഓട്ടിസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ നോർമൽ ചിൽഡ്രനിൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ പേഷ്യൻസ് സ്ട്രോക്ക്, പാർക്കിൻസോണിസം പോലുള്ള പേഷ്യൻസിൽ, അൾഷിമേഴ്സ് പേഷ്യൻസിലൊക്കെ അവരുടെ കോർഡിനേഷനും കോൺസെൻട്രേഷനും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഞാൻ എന്റെ ക്ലിനിക്കിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൂളാണ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല ലെവലുകളുണ്ട്. ഒരു ഗെയിം പോലെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ അറ്റൻഷൻ കോൺസെൻട്രേഷൻ മെമ്മറിക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്നത് മറ്റേ പരിപ്പും കടലയും പെറുക്കിപ്പിക്കുക. അറിയായിരിക്കും അല്ലെ? പരിപ്പും കടലയും മറ്റേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അത് മാറ്റി പെറുക്കി വെക്കാൻ പറയും. അതുപോലെ ഷെയ്ഡ് ചെയ്യാൻ പറയും. നമ്പർ ക്യാൻസലേഷൻ, ലെറ്റർ ക്യാൻസലേഷൻ പോലുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യിക്കുന്നത് നമ്മുടെ ഇന്റർവെൻഷൻസിനകത്ത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അധികം യൂസ് ചെയ്യുക. ഇതിനകത്ത് കുട്ടികൾക്ക് ബോറടിക്കും, സത്യമായിട്ടും ബോറടിക്കും കുട്ടികൾക്ക്. അവരിത് സ്കൂളിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ബോറടിക്കും. സോ ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കും അവർക്ക്. ഇത് അവരുടെ ബ്രെയിൻ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടൂളാണ്. അതിനകത്ത് ഒരു വൈബ്രേറ്റർ ഉണ്ടാവും, ഒരു ലൈറ്റ് ഉണ്ടാവും, ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ എന്താ പറയുന്നത്, അറ്റത്ത് ഇങ്ങനെ നിങ്ങൾ അതിനകത്ത് കാണുന്നില്ലേ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ ഒരു സാധനം റൗണ്ട് ആയിട്ട് അതുണ്ടാവും. ആ സാധനം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകണം, ടച്ച് ചെയ്യാതെ. ഓക്കെ, ടച്ച് ചെയ്യാതെ അങ്ങോട്ട് കൊണ്ടുപോകാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യും, ലൈറ്റ് ബീപ്പ് സൗണ്ട് കേൾപ്പിക്കും. അപ്പൊ ഒരു പോയിന്റ് അവർ ഔട്ടായി എന്നുള്ള പോലെ. അങ്ങനെ അവരെ ഗെയിം മാതിരി നമുക്ക് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഡെയിലി ഒരു 20 മിനിറ്റ്സ് ഈ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ അസസ്മെന്റ് ടൂൾ പറഞ്ഞില്ലേ, ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്യാനായിട്ട്. ഇതിനായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ എല്ലാം കുട്ടികളെ അവർക്ക് ബാധിക്കപ്പെട്ടിട്ടുണ്ടാവും. സോ അറ്റൻഷനും കോൺസെൻട്രേഷനും അസസ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ടൂൾസുകൾ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവരുടെ തന്നെ ഈ പറഞ്ഞ പൈക്സിൻ ടെക്നോളജി തന്നെ നമ്മുടെ നാട്ടിലാണ്, കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ്. കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഒരു കുറച്ച് പേർക്കെങ്കിലും ചിലപ്പം അറിയുമായിരിക്കും, ക്ലിനിക്കിൽ വർക്ക് ചെയ്യണവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഈ സാധനം. അവര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാനുള്ള ടൂളും അതുപോലെ ട്രെയിനിങ് ചെയ്യാനായിട്ടുള്ള ടൂളും, ഫൈൻ മോട്ടോർ സ്കിൽസ് അതുപോലെ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇത് പുതിയൊരു സംഭവം ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. യെസ്, ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ തന്നെ ഇന്റർവെൻഷൻ സ്ട്രാറ്റജിയിൽ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അതുപോലെ 1-to-1 ഇൻസ്ട്രക്ഷൻ, ബ്രേക്ക് ലേണിംഗ് ഇൻറ്റു സ്മാർട്ട്, അതായത് കുഞ്ഞു ബ്രേക്ക് കൊടുത്ത് അവർക്ക് ആ ഒരു ബേർഡൻ കൊടുക്കാത്ത രീതിയിൽ അവർക്ക് പഠിപ്പിക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക. അതുപോലെ വിഷ്വലി അവർ ചിലപ്പോൾ കാണുന്ന കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഡയഗ്രാം, ഗ്രാഫിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിക്ടോറിയൽ ഇല്ലസ്ട്രേഷൻസും ഒരുപാടായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ എഴുതാനൊക്കെ നമ്മൾക്കിപ്പോ മണലൊക്കെ ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത് വാങ്ങാൻ കിട്ടും. ഓക്കെ, പണ്ട് നമ്മൾ മണലിൽ എഴുതി പഠിച്ചിരുന്നത് ഇപ്പോ ഒരു പാത്രത്തിൽ ഇങ്ങനെ മണൽ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ട് പൈസക്ക് വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ ആ മണലിൽ ഇങ്ങനെ എഴുതിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കൂടെ ഈ പറഞ്ഞ പരിപ്പും കടലയും പെറുക്കിപ്പിക്കലും, ബട്ടൺ ഇടുന്ന എക്സസൈസും, സൂചിനകത്ത് നൂല് കോർക്കുന്നതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, ക്രിയേറ്റീവായിട്ട് നമുക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ എന്തൊക്കെ കൊടുക്കാൻ സാധിക്കുമോ എന്ത് കൊടുത്താലും ഒരു 20 മിനിറ്റ് അവരെ ഇരുത്തി എന്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിച്ചാലും ദാറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ് എന്നാണ്. ഓക്കെ, യെസ്, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കഥ. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
ഇത് ആരാണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ നമ്മളെ അസസ്മെന്റിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, ഇത് ആരാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം നമ്മൾക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്, ഇവരൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അതായത് ആർക്കാണ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക, ആരാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടത്, ഇതിന്റെ സർവീസ് ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത്. ലേണിംഗ് ഡിസബിലിറ്റി അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള RCI രജിസ്റ്റേർഡ് പ്രൊഫഷണൽസ് മാത്രം ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണ്. സോ ആരാണ് RCI രജിസ്റ്റേർഡ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ വേഗം? ആരൊക്കെയാ RCI രജിസ്റ്റേർഡ് പ്രൊഫഷണൽസ്? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈവൻ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ പോലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആരാന്ന് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാതെ ഇപ്പോഴും അങ്ങനെയൊക്കെ കാണാറുണ്ട് ഞാൻ ബോർഡൊക്കെ വെച്ചിട്ട്. സോ ഈവൻ സൈക്യാട്രിക് കൗൺസിലർ സൈക്കോളജിസ്റ്റ് ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ MSc ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച് MPhil ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ, അതായത് ഇപ്പൊ നിംഹാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എടുത്തതിന് ശേഷം RCIയുടെ ഒരു ഇത് കിട്ടുക, ഒരു നമ്പർ, RCI നമ്പർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, രജിസ്ട്രേഷൻ നമ്പർ. ഈ സംഭവം ഉള്ള ആളുകളാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. രജിസ്റ്റേർഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ അല്ലേ? രജിസ്റ്റേർഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സ്. അതിൽ വരുന്നത് ഒന്നാമത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. രണ്ടാമത് വേറെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. മൂന്നാമത് പിന്നെയുണ്ട് PhD ഹോൾഡേഴ്സ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. നോ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനൊന്നും നമുക്ക് RCI സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കംപ്ലീറ്റ് ചെയ്തു. ആര്? PG സൈക്കോളജി കഴിഞ്ഞവരല്ലേ? സൈക്കോളജി വിത്ത് രജിസ്ട്രേഷൻ. PG സൈക്കോളജി കഴിഞ്ഞവർക്ക് നമുക്ക് ആക്ച്വലി നമ്മുടെ നാട്ടിൽ PG സൈക്കോളജി, MA സൈക്കോളജി, MSc സൈക്കോളജി, MSW മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ഇതൊന്നും കഴിഞ്ഞ ആളുകൾക്ക് RCI രജിസ്ട്രേഷൻ കിട്ടില്ല. ഓക്കെ, RCI രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ RCI റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യണം. അതിലൊന്ന് ക്ലിനിക്കൽ സൈക്കോളജി ആണ്. MSc ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്തിട്ട് MPhil ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യണം. ഓക്കെ, MPhil എന്ന് പറയുമ്പോൾ നമുക്ക് സാധാ ഇവരെല്ലാം നോർമൽ സർക്കാർ സ്കൂളിൽ അവൈലബിൾ ആണോ? അല്ലല്ലോ, അതിന് മാത്രം നമുക്ക് ആളുകളില്ല. ഓക്കെ, നമുക്കറിയാം മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ. നമ്മൾ എന്തോ ഒരു അനുപാതം പറയുന്നുണ്ട്, ആ അനുപാതത്തിന്റെ 1/4 പോലും നമുക്ക് പ്രാക്ടീഷണേഴ്സ് ഇല്ല. ഇനിയും എത്രയോ വന്നാലും നമുക്ക് തികയില്ല എന്ന് പറയാം. അത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ. ഓക്കെ, നമുക്ക് ഇല്ല, പക്ഷെ സർട്ടിഫൈ ചെയ്യാനായിട്ട്, അതായത് ഈ കുട്ടി ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഈ കുട്ടി RCI രജിസ്റ്റേർഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കംപ്ലീറ്റഡ്. ഓക്കെ, RCIയുടെ നിറയെ കോഴ്സുകൾ വേറെയും ഉണ്ട്, പല കോളേജസ് ചെയ്യുന്നത്. നിങ്ങൾ RCIയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. മൈക്ക് ഓഫ് ചെയ്താൽ നന്നായി. നമ്മുടെ സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്, മോഡറേറ്ററിനെ കാണാനില്ല. ഓക്കെ, എനിവേ സമയം കഴിയാറായി. എല്ലാവരും ക്വസ്റ്റ്യൻ ടൈമിങ്ങിൽ കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാണ്ടിരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇൻ ബിറ്റ്വീൻ എല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പൊ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് തീർന്നുകൊണ്ട് ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു അവയർനെസ്സും കൂടി തരാൻ വേണ്ടിയാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു അസസ്മെന്റിന് കൊണ്ടുപോകുന്ന സമയത്ത്, ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട സമയത്ത് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉള്ള ആളാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിരിക്കണം എന്ന് മാത്രം പറയുന്നു. പക്ഷെ ഈ പറഞ്ഞ പ്രൊഫഷണൽസിന്റെ കുറവ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. സോ എന്താ പറയാ, നമ്മളെല്ലാവരും ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ സർട്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ? ഹലോ മാഡം. യെസ് മാഡം. ഈ RCI രജിസ്റ്റേർഡ് പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഒന്നും കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരാമോ? RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു മിനിറ്റ്, ഇങ്ങനെ ചറപറ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം ഞാൻ മുഹമ്മദ് അലി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം.
RCI വെബ്സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഉണ്ട്. കുറേയൊക്കെ ഇപ്പൊ റെക്കഗ്നൈസ്ഡ് അല്ല, കുറേയൊക്കെ ഇപ്പൊ പണ്ടേ എന്താണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കാണാം. എന്നാലും ഇപ്പൊ നിലവിൽ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. RCI അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ചെയ്യുന്ന ചില കോഴ്സസ്, അതിനകത്ത് വരുന്നതാണ് MPhil in ക്ലിനിക്കൽ സൈക്കോളജി. MPhil in ക്ലിനിക്കൽ സൈക്കോളജി നമുക്ക് റാഞ്ചി പോലുള്ള അല്ലെങ്കിൽ നിംഹാൻസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കോഴ്സുകൾ. അതേപോലെ സ്പീച്ച് തെറപ്പി BA SLP MA SLP എന്ന് പറഞ്ഞിട്ടുള്ള RCI സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെ, സ്പെഷ്യൽ BEd സ്പെഷ്യൽ MEd എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളുണ്ട്. പിന്നെ ചില ഡിപ്ലോമ കോഴ്സുകളും അവൈലബിൾ ആയിരുന്നു പണ്ട്. ഇപ്പൊ എത്രത്തോളം അതുണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നിങ്ങൾ സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ കോഴ്സുകളാണ് അത്. അതുപോലെ ഒക്യുപേഷണൽ തെറപ്പി ഒരു RCI രജിസ്റ്റേർഡ് ഇതാണ്. ഞാൻ വരാം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ. കമ്മിങ് ടു ദ പോയിന്റ്. ഓക്കെ, ഇതിന് മറുപടി പറയട്ടെ. എല്ലാവരും ചാറ്റ് ബോക്സിൽ ചോദിച്ചോണ്ടിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, സൈക്കോളജി പഠിച്ചോണ്ടിരിക്കുകയാണ്. മുഹമ്മദ് അലി ഷാജഹാൻ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, യെസ്. ഒരു സെക്കൻഡ്, അതിന്റെ ഇടയിൽ വന്ന 2 ചോദ്യങ്ങൾക്ക് കൂടി ഞാൻ ഒന്ന് ഉത്തരം പറഞ്ഞേക്കാം. നമ്മുടെ നാട്ടില് ഇതുവരെയ്ക്കും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളിനോ കൗൺസിലിങ്ങിനോ ഒരു പ്രത്യേക രജിസ്ട്രേഷൻ പറയുന്നില്ല. ഇതുവരെയ്ക്കും അങ്ങനെ ഒരു രജിസ്ട്രേഷൻ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും പറയുന്നില്ല. ഇതുവരെയ്ക്കും അതില്ല. ഇപ്പൊ പുതിയ റെഗുലേഷൻസ് മെന്റൽ ഹെൽത്ത് ആക്ട് ഓരോ തവണ ഡിഫൈൻ ചെയ്യുമ്പോഴും വരുന്നുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ സൈക്യാട്രിക് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് MSW മെഡിക്കൽ ആൻഡ് സൈക്യാട്രി മതിയായിരുന്നു. ഇപ്പൊ അത് പോരാ, MPhil സൈക്യാട്രി വേണം എന്നുള്ള റൂളുകൾ. അതിപ്പോ കാലം ചെല്ലുന്തോറും ഈ പ്രശ്നത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ക്വാളിഫിക്കേഷനിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ കൗൺസിലിംഗ് ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ ചെലവാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, കിലോ 10 എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിച്ച് ഇസ് ജെന്യുവിൻ വിച്ച് ഇസ് നോട്ട് ജെന്യുവിൻ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളത്. ഓക്കെ, സുജ ചോദിച്ചോളൂ. അയ്യോ മാം പോയ. ഹലോ സുജ, മറന്നുപോയോ ചോദ്യം? അയ്യോ മറന്നുപോയതല്ല മാം, എന്റെ ഫോൺ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആണ് ഇങ്ങനെ പോണത്. ഇപ്പൊ മാം ഞാൻ ചോദിച്ചത് വെച്ചാൽ ഞാൻ BA സൈക്കോളജി പഠിച്ചോണ്ടിരിക്കുകയാണേ. അപ്പം എനിക്ക് MA സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എടുക്കണമെന്നുണ്ട്. അപ്പൊ അത് MA പഠിക്കണോ അതോ MSc പഠിച്ചാലാണോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാൻ പറ്റുന്നേ? MSc സൈക്കോളജി പഠിച്ചാലാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുക. അപ്പൊ MA പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് MA സൈക്കോളജി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, അതുപോലെ അങ്ങനെയുള്ള കാര്യം. ഇതിപ്പോ ഈ പ്രശ്നം വരുന്നത് ലൈസൻസിന്റെ കേസൊക്കെ വരുന്നത് റീഹാബിലിറ്റേഷൻ ആ ഒരു ഏരിയയിൽ വരുമ്പോഴാണ് കേട്ടോ. അതായത് ഇങ്ങനത്തെ കുട്ടികളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുമ്പോൾ, അതുപോലെ സിവിയർ മെന്റൽ ഇൽനെസ്സുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ പറഞ്ഞ RCIയുടെ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാനാണ് ആഗ്രഹം. അപ്പൊ ഞാൻ ഇനിയിപ്പൊ BA എടുത്തിട്ട് ഇനി MScക്ക് പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. MSc എനിക്ക് തോന്നുന്നു ചില ഡിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ MSc കൗൺസിലിംഗ് സൈക്കോളജി ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാധനം മാത്രമേ നമ്മൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം, ഒക്കെ ചെയ്യാം. അതിന് ഇതുവരെയ്ക്കും ഒരു റെഗുലേഷനും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് ലൈൻ നമുക്ക് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ BSc സൈക്കോളജി, MSc സൈക്കോളജി, MPhil in ക്ലിനിക്കൽ സൈക്കോളജി എന്ന് അങ്ങനെ പോകണം. ഓക്കെ, ക്ലിനിക്കൽ പ്രാക്ടീസ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാവുന്നതാണ് ഞാൻ പറയണത്. ഇപ്പം ഈവൺ ഇപ്പൊ നിംഹാൻസിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പഠിക്കുന്നതോടുകൂടി നമ്മൾ ക്ലിനിക്കലി പ്രാക്ടീസും ചെയ്യണം. അവിടുത്തെ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് നമ്മൾ അത് ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ MBBS ഒക്കെ പഠിക്കുമ്പോ എങ്ങനെയാ അതേപോലെ. അപ്പോഴാണ് ഈ MSW കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഡീഷൻ എടുത്ത RCI സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്. RCIയുടെ സൈറ്റ് നോക്കുക. എനിക്ക് അതിനെപ്പറ്റി വലിയ ഒരു എന്താ പറയുക ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ള ഒരു ധാരണ എനിക്കില്ല. നിലവിൽ ഈ എന്താ പറയുന്നത് ഇപ്പൊ ഉള്ള നമ്മുടെ പ്രൊഫഷണൽസിൽ ഇതൊക്കെയാണ് ഉള്ളത്. ലേണിംഗ് ഡിസബിലിറ്റിക്ക് മാത്രമായിട്ടൊക്കെ RCIയുടെ കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെവിടെ ഏത് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിൽ നോക്കിയാൽ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഉണ്ട്. എന്താ നമ്മുടെ നിശ എന്തോ പറയാൻ വരുന്നുണ്ട്.
സമയം കഴിഞ്ഞു പോയിപ്പോന്നാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, RCA രജിസ്റ്റേർഡ് കോഴ്സസ് ഇഗ്നൂലും അങ്ങനെ കുറച്ച് സെന്റേഴ്സിലുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം. നമ്മൾ മാമിന് മെയിൽ ചെയ്ത് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പൊ ഓൾമോസ്റ്റ് ടൈം എക്സീഡ് ആയി, 9:06 ആയിരിക്കണു. അപ്പൊ മാമിന് ഒരു വോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മെയിൽ അയക്കോ മെസ്സേജ് അയക്കോ എന്ന് വേണമെങ്കിൽ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചോട്ടെ. CET പറഞ്ഞില്ലേ, മാമിന്റെ ക്ലിനിക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ സൈഡ് എന്തെങ്കിലും ഉണ്ടോ? സൈഡ് എഫക്ട്സോ? ഇല്ല ഇല്ല, ഇതുവരെയ്ക്ക് അതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു ടൂളാണ്. ഓക്കെ, ടൂളാണ്. ജസ്റ്റ് നമ്മള് ഒരു എക്സസൈസ് എങ്ങനെ ചെയ്യും അതേപോലെ സിമ്പിൾ. ഇപ്പൊ നമ്മള് ഷെയ്ഡിങ് ചെയ്യില്ലേ, കുട്ടികൾ ഷെയ്ഡ് ചെയ്യില്ലേ, ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചെയ്യണ പോലെ ഒരു സാധനം, അത്രേ ഉള്ളൂ. നോർമൽ ലേസിനെസ്സിന് ഇത് ചെയ്യാൻ പറ്റുമോന്ന് അറിയണ്ടേ? ലേസിനെസ് അതെന്തുകൊണ്ടുള്ള ലേസിനെസ് ആണ് എന്നുള്ളതാണ്. ഇതിപ്പോ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ആയി പോകുന്നു തോന്നുന്നു. ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലേ മോഡറേറ്റർ? ഇതുപോലെ കുറെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ എക്സസൈസ് ആയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുക. അതിൽ അവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് കിട്ടണോ അതിനനുസരിച്ച് നമ്മൾ ഓരോ ടൂൾസ് മാറ്റും. എല്ലാ കുട്ടികൾക്കും ഒരേ പാറ്റേൺ അല്ല യൂസ് ചെയ്യുക. അവരുടെ ഏതിലാണോ അവർക്ക് പ്രോബ്ലം ഉള്ളത് അത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ടൂൾസും സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ടൂൾ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ആ കുട്ടിക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് വേണം എന്നുള്ളത് ഒരു തെറപ്പിസ്റ്റ് ആണ് തീരുമാനിക്കേണ്ടത്. എന്ത് കൈൻഡ് ഓഫ് എക്സസൈസ് ആണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു കൂടുതൽ ഇവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിഷ മാമിന്റെ അടുത്ത് എന്റെ നമ്പർ ഉണ്ട്. ഒന്ന് ഇവരെ ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, മെയിൽ ഐഡിയും ഫോൺ നമ്പറും. ഓക്കെ, ഷുവർ. താങ്ക്സ് എല്ലാം.